ഞാൻ നേരെ 7ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുവാനിടയായി തീർന്നു. കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഈ ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം പറയുന്നു. ഇന്ന് പകലിൽ എന്റെ ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യുവാൻ നമ്മളോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ ജിജി കെ കുര്യൻ, രാജസ്ഥാൻ കോട്ടയിൽ നിന്നാണ്. ആ കർത്താവിന്റെ ദാസനെ ഈ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിശേഷം? ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. ഇവിടെ ചൂടിന്റെ ഒരു അവസ്ഥയിലൊക്കെയാണ്. ഈ ചൂടേറിയ അനുഭവത്തിൽ കർത്താവ് നമ്മളെ പട്ടണത്തിൽ നിലനിർത്തുന്നത് ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ ഈ അതിന്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പേ സ്വയമായി കർത്താവിദാസൻ 2 വാക്കിലൊന്ന് പരിചയപ്പെടുത്തിയാൽ. പ്രൈസലോടെ ദൈവത്തിന്റെ നാം മഹത്വമാറാകട്ടെ. എന്റെ പേര് ജിജി കുര്യൻ എന്നാണ്. ഞാൻ കേരളത്തിലെ എറണാകുളത്ത് നിന്നാണ്. ഇവിടെ ഇപ്പോൾ 5-6 വർഷത്തോളമായി ഇവിടെ രാജസ്ഥാനിലെ ഈ പ്രദേശത്ത് കോട്ട എന്ന് പറയുന്ന സിറ്റിക്ക് അടുത്തായിട്ട് കർത്താവിന്റെ വേലയോട് ബന്ധു ഷാരോ ഫെലോഷിപ്പിന്റെ കൂട്ടായ്മയോട് ബന്ധു ഇവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നു. എന്റെ കുടുംബം എനിക്ക് മോളും മോനുമുണ്ട്. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസൻ രാജസ്ഥാൻ പ്രദേശ് കോട്ട എന്ന സ്ഥലത്ത് കർത്താവിന്റെ പേരോട് ബന്ധത്തിലായിരിക്കുന്നു. ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കടന്നുപോയതാണ് ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞിട്ട്. കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു വാക്ക് ദൈവസനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ പകലിൽ കർത്താവിന്റെ ദാസനുമായി അവിടുത്തെ സന്നദ്ധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളെ അങ്ങനെ നാമമഹത്വത്തിന് വേണ്ടി പ്രൈസലോടെ അത് ഷെയർ ചെയ്യുവാൻ അത് ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തുടർന്ന് കർത്താവിദാസിന്റെ നാവോടും വായോടും കൂടിയിരിക്കണം. ഇതെല്ലാം കർത്താവ് നിയന്ത്രിക്കണം. ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം അനേകർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും വിടുതലിനും കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള മുഖാന്തരത്തിന് കാരണമായി തീരണമേ എന്ന സ്വർഗത്തിലെ ദൈവത്തോടും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാത്ര കേട്ടതിനായി കർത്താവിനെ വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഓക്കെ, കർത്താവിദാസനെ തുടർന്നുള്ള സമയങ്ങൾ കർത്താവിദാസിന് വേണ്ടി തരികയാണ്. നിങ്ങളുടെ കർത്താവിന്റെ ദാസന്റെ അനുഭവ സാക്ഷ്യങ്ങളെ അത് നമുക്ക് ഷെയർ ചെയ്യാം. വലിയവനാവുന്ന ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്താലാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എന്നെ ഇപ്പോൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരിൽ ഒരുപക്ഷെ തുടർന്ന് കാണുവാനും ദൈവം ഇടയാക്കി തീർക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവസന്നിധി ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഒരു TV ചാനലിനോടുള്ള ബന്ധത്തില് കർത്താവിന്റെ ദാസനും ദാസിയും ഇങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിങ്ങനെ ഓർക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രവർത്തനം അത് എന്നോടുള്ള ബന്ധത്തിലാണ് ദൈവം പ്രിയപ്പെട്ടവരെ ആരംഭിക്കുവാനായിട്ട് ഇടയാക്കി തീർത്തതെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒത്തിരി അനുഗ്രഹീതമാവുന്ന സാക്ഷ്യങ്ങളെല്ലാം കഴിഞ്ഞ നാളുകളായി കേൾക്കുകയും അതോർത്ത് അതിലെ ചില കാര്യങ്ങളെല്ലാം നമ്മെ ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന പ്രവൃത്തികളെ വീണ്ടും ഉറപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നുള്ള സാക്ഷ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വലിയതാകുന്ന ഒന്നുമല്ല ഈ സാക്ഷ്യങ്ങളിലൂടെ അല്ലെങ്കിൽ തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ വലിയവനാകുന്ന ദൈവം അത്ഭുതകരമാകുന്ന അതിശയകരമാകുന്ന പ്രവൃത്തികളിലൂടെ നടത്തിയത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ ആയിരിക്കാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തത്. അത് തുടർന്നുള്ള സമയത്ത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആമേൻ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി കാരണമായി തീരട്ടെ. കാരണം ഇങ്ങനൊരു അനുഭവങ്ങൾ ലഭിക്കാൻ ഇടയായി തീർന്നതിന് സകല മഹത്വവും അതിന് ദൈവത്തിന് അർപ്പിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് തന്നെ പ്രിയ ചാനലിനോടനുബന്ധിച്ച പ്രിയ റൈസലാൻഡി എല്ലാം പരിചയപ്പെടുത്തിയ പ്രിയ ദാസി ദേവാസന്റെ ജയസുഭാഷിന്റെ ഭാര്യ അവരെല്ലാം ഓർത്ത് സ്തുതിക്കുന്നു. ഞാൻ ഒരു
നാമധേയ ക്രിസ്തീയ വിഭാഗ അനുഭവത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കത്തോലിക്ക കുടുംബ അനുഭവത്തിലുള്ള പശ്ചാത്തലത്തില് അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന, ലോകത്തിൽ അറിയപ്പെടുന്ന വല്ലാർപാടം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത്, ഒരു ദ്വീപിൽ, എറണാകുളത്ത്, അവിടുത്തെ ആ ഒരു സാഹചര്യത്തിലായിരുന്നു എൻ്റെ മാതാപിതാക്കള്. വളരെ പള്ളിയോട് വളരെ അടുത്ത് ആ നിലയിലായിരുന്നു. അങ്ങനെ ഞാനും ആ നിലയില് അവിടുത്തെ പുരോഹിത അനുഭവത്തിനോട് അവരോടുള്ള ബന്ധത്തിൽ ഒത്തിരി ചേർന്ന് നല്ലൊരു അറ്റാച്ച്മെന്റില് പോകുന്ന കാലഘട്ടങ്ങളായിരുന്നു എൻ്റെ ബാല്യകാലങ്ങൾ, എൻ്റെ യൗവനകാലങ്ങള്. എന്നാൽ ആ സമയങ്ങളിലൊന്നും എന്തോ ഒരു ശൂന്യത, ഒരു ഭയങ്കരമായ ഒരു ശൂന്യത എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ദൈവിക കാര്യങ്ങളോടുള്ള ബന്ധത്തില് അതിന്റെ യഥാർത്ഥമായ ഒരു ഉത്തരം ലഭിക്കേണ്ടതിന് വേണ്ടി ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നു. അത് പലപ്പോഴും ഞാൻ അവിടെയുള്ളവരടുത്ത് ചോദിക്കുവാനിടയായി തീർന്നു. എന്നാൽ വ്യക്തമായ ഒരു ഉത്തരം നൽകുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ എന്നാൽ അവിടുത്തെ കാറ്റഗിസം എന്ന് പറയും, സൺഡേ സ്കൂളിൽ അവിടെ പറയുന്ന കാത്തലിക്സ് പറയുന്ന, അതിലെല്ലാം നല്ല മാർക്സ് ആണ്. എന്നാൽ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും ഇതിൽ പറയുന്ന ഇതുമായിട്ട് ഒത്തിരി ഒത്തിരി വ്യത്യാസമുണ്ട്. അങ്ങനെ ചില വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ അതിന്റെ പുരോഹിത മേഖലയിലുള്ള അല്ലെങ്കിൽ അതിന്റെ വേണ്ടപ്പെട്ടവരോട് ചോദിക്കുകയും എന്നാൽ അവർക്ക് അതിന്റെ സംശയങ്ങൾ തീർത്തു തരുവാൻ കഴിയാതെയും വരുന്നു. അങ്ങനെ ഞാനത് ആ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എന്റെ കാര്യങ്ങൾ ആ സമയങ്ങളിൽ ഞാനിങ്ങനെ ഓർക്കുന്നു. അങ്ങനെ ഒത്തിരി കാലങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയപ്പോൾ എൻ്റെ പ്രിയ പിതാവ് ഇന്ന് കർത്തനി വിശ്രമത്തിലായിരിക്കുന്നു. താന് കേരളത്തിന്റെ അല്ലെങ്കിൽ എറണാകുളത്ത് ആ ഭാഗത്ത് ആയ കാലത്ത് അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടർ ആയിരുന്നു, ബിൽഡിംഗ് കോൺട്രാക്ടർ ആയിരുന്നു. അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളും, കേരളത്തിന്റെ പല ജില്ലകളിലും കടന്നു പോകേണ്ടതായിട്ട് വന്നു. അദ്ദേഹം ഇടുക്കിയുടെ ഡാം പണിയുന്ന ഒരു കാലഘട്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പല ജില്ലകളിൽ, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് റിക്രൂട്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്ടറായിട്ട്, ഒരു വർക്കറായിട്ട് ലക്ഷദ്വീപിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് ഇതിൽ പോകുന്നത് എൻ്റെ പ്രിയപിതാവാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ എൻ്റെ മനസ്സിലൊരു വല്ലാത്ത ശൂന്യത, യഥാർത്ഥമായ ദൈവത്തിന്റെ ആ ഒരു പ്രസൻസ് അതിൽ എനിക്ക് കറക്റ്റ് അറിയണം. കാരണം ഞാനൊരു പൊതുവെ ഇപ്പോഴാണ്, നേരത്തെ ആണെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടുവോളം ഞാനത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ അവരോട് പല കാര്യങ്ങളും ചോദിച്ചു. അപ്പൊ അവർക്ക് അതിന്റെ വ്യക്തമായ ഉത്തരം പറയാനില്ല. രണ്ടാമത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന പാപം എന്നാണ്. അപ്പൊ അവിടെ രണ്ടാമത്തെ കൽപ്പന മറ്റൊരു ഇതിലാണ് എഴുതുന്നത്. അപ്പൊ ആ കൽപ്പനയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഞായറാഴ്ചകളും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം എന്നുള്ള ഒരു പ്രത്യേക ഇതിലാണ്. അപ്പൊ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അവര് പറയുന്നത് അത് നമ്മുടെ ആ ഒരു ഇതിൽ ഉള്ള ഫെലോഷിപ്പിലുള്ള ഇതിന് അതാണ് ദൈവം അങ്ങനെ കർത്താവ് അറിയിച്ചത്, ഈശോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷെ എനിക്കെങ്കിലും ഈ ശൂന്യത ഇങ്ങനെ കിടന്നു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഏകദേശം 1990 ആ കാലഘട്ടങ്ങളില് 88, 90, 86 മെക്സിക്കോ വേൾഡ് കപ്പ് നടക്കുന്നത്. എന്നുവെച്ചാൽ അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ ഒരു പെന്തക്കോസ് അനുഭവത്തിലുള്ള ഒരു ദേവദാസൻ എന്നെ കാണുകയും ഞാൻ അദ്ദേഹമായിട്ട് ഒരുമിച്ച് നടക്കുക. അപ്പൊ അദ്ദേഹം പല കാര്യങ്ങളും പറയുമ്പോൾ അതിലേക്ക് എന്റെ മനസ്സിങ്ങനെ ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്യുക. എന്നുവെച്ചാൽ പോയിക്കൊണ്ടിരിക്കുന്നത് റോമൻ കാത്തലിക്കിന്റെ ലോകം അറിയപ്പെടുന്ന ഈ ഒരു പള്ളിയിലാണ്, അങ്ങനെയാണ്. അതുപോലെയുള്ള പല ചർച്ചകളിലായിരുന്ന സമയങ്ങളിൽ. എന്നാൽ ഈ ഇദ്ദേഹമായിട്ട് പരിചയപ്പെട്ടപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വൈഫും അവരിങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് നാച്ചുറാലിറ്റി, അതിന്റെ ഒറിജിനാലിറ്റി, ദൈവികമായതിനെ കുറിച്ച് എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് അതിലേക്ക് ഇങ്ങനെ ചായുവാൻ തുടങ്ങി. പിന്നീട് പല മീറ്റിങ്ങുകൾക്ക് ഞാൻ പോകാൻ തുടങ്ങി. അപ്പൊ പൊതുവെ പറയുന്ന ഒരു വാക്കുണ്ട്. അങ്ങനെ അവര് പറയാൻ തുടങ്ങി, നീ വെച്ചാൽ മൊട്ടത്തൊണ്ടിനെ പോലെ അമ്മയെ ഉപേക്ഷിച്ച് മകന്റെ കൂടെ പോയി എന്നുള്ള അനുഭവത്തിൽ, വെച്ചാൽ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോകുന്നതിനുള്ള ബന്ധത്തിൽ അങ്ങനെ പോയി കുറെ നാളുകളോളം ആയിരുന്നു ഞാൻ പല മീറ്റിങ്ങുകൾക്ക് സംബന്ധിക്കാൻ തുടങ്ങി. അപ്പോഴും ചർച്ചിൽ പോകുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കല് ഒരു മീറ്റിങ്ങിൽ വെച്ച് കർത്താവിന്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുവാനായി ഇടയായ ഒരു സന്ദർഭം, ആ ശുശ്രൂഷയും ഒരു വചന കാര്യങ്ങളും ആയപ്പോൾ എനിക്കും വചനത്തോട് പണ്ട് മുതൽ ഭയങ്കരമായ ഒരു ചെറുപ്പം മുതൽ ഈ വിഭാഗത്തിലായിരുന്നെങ്കിലും എനിക്ക് വചനം ഭയങ്കരമായിട്ട് അതെന്തോ ഒരു വലുത് പറയുന്നു തേൻകട്ടേക്കാളും മധുരമേറിയതാണ്. പക്ഷെ ഞാൻ അതിന്റെ ഒരുപാട് രുചി ഇങ്ങനെ അനുഭവിക്കും. വചനത്തിന്റെ ആ ഒരു നാച്ചുറാലിറ്റി, ഒരു ജീവിക്കുന്ന ആ ഒരു അനുഭവം ഭയങ്കരമായിട്ട്. അപ്പൊ ഈ മീറ്റിങ്ങിനെ സംബന്ധിച്ചപ്പോൾ അതില് 1-2 വചനങ്ങൾ എന്നോട് വല്ലാതെ അറ്റാച്ച് ചെയ്തു.
അപ്പൊ ഞാൻ അതിൽ നിന്നുകൊണ്ട് ഞാൻ അറിയാതെ കരയാൻ തുടങ്ങി. അപ്പൊ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു രക്ഷിക്കപ്പെടണമെന്നുള്ളൊരു എങ്ങനെയാണ് എങ്ങനെ കൈ ഉയർത്താൻ സമർപ്പിക്കേണ്ട ഡെഡിക്കേഷൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സമർപ്പിച്ചു. അന്ന് 92 ഞാൻ കർത്താവിന്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. എങ്കിലും സാഹചര്യങ്ങളനുസരിച്ച് സമ്മർദ്ദങ്ങളനുസരിച്ച് എന്റെ ആ പ്രായം എന്റെ കാര്യങ്ങളെല്ലാമായിട്ട് എനിക്ക് ചർച്ചിലേക്ക് കാത്തലിക്ക് ഇതിൽ പോകേണ്ടതായിട്ട് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ കുറെ നാളുകൾ അങ്ങനെ മീറ്റിങ്ങുകൾക്ക് പോകും. അപ്പൊ ഇവിടെ ഉള്ളവർ അതിന്റെ മേലധികാരികൾ പല വിധമായ ശകാരം ചെയ്യും. വീട്ടിലുള്ളവരും കസിൻസ് ഒരുപാട് ശകാരം ചെയ്യും. നിനക്ക് ഈ വെള്ളക്കുപ്പായക്കാരോട് പോകണം, മീശയില്ലാത്തവരോട് പോകണം, അങ്ങനെ അവർ ഒത്തിരി പറയും. അങ്ങനെ എല്ലാം ആകുമ്പോൾ ഞാനതെല്ലാം അതിന് എന്തെങ്കിലും വചനം പറഞ്ഞ് അതിന്റെ സംശയം നിങ്ങൾ തീർത്തുക, എന്നിട്ട് ഞാൻ പോകാമെന്ന് പറയും. അപ്പൊ നിത്യകന്യക എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ പറയാണ്. അപ്പൊ അതിന്റെ യഥാർത്ഥമായ ഒരു പൂർത്തീകരണം, മീൻസ് അതിന് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ആൻസർ തരികയാണെങ്കിൽ, കാരണം യാക്കോബ്, യോദ, യോസെ എന്നതും അവന്റെ സഹോദരിമാര് നമ്മോട് കൂടെ ഉണ്ടല്ലോ എന്ന് ദൈവവചനം പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ നിത്യമായ ഒരു ഇതിൽ നിന്ന് എങ്ങനെയാണെന്ന് നിങ്ങളെനിക്ക് നിർവചനം എന്താ. അപ്പൊ അവർക്കത് കഴിയത്തില്ല. എങ്കിലും അങ്ങനെ ഞാൻ രണ്ട് ഭാഗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി കുറെ നാളുകളായപ്പോഴും എന്റെ മനസ്സിൽ മീൻസ് ശരിക്കും മനസ്സിലാക്കുന്നത്, അകത്തെ മനുഷ്യൻ വല്ലാതെ തേങ്ങുന്നു, ആത്മീയ മനുഷ്യൻ വല്ലാതെ വിഷമിക്കുന്നു. കാരണം എന്താണെങ്കിലും ഇതിലേക്ക് പോകാൻ പറ്റുന്നില്ല, യഥാർത്ഥ കൂട്ടായ്മയിലേക്ക് പോകേണ്ട ഞാൻ അതിൽ പോകാൻ പറ്റാതെ ഇങ്ങനെ വല്ലാതെ ആ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് അനുഭവിച്ച കാര്യങ്ങൾ, ഇവിടെ നിന്ന് അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് ശരിക്കും വല്ലാത്തൊരു രണ്ട് ഇതിലായിരുന്നു. കാരണം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇത് യഥാർത്ഥ രൂപമല്ലെന്നറിയാം, വിഗ്രഹമാണെന്നറിയാം. എന്നാൽ ഭക്ഷണം കഴിക്കണം, വീട്ടിൽ കിടന്ന് ഉറങ്ങണം, ആ പ്രായ അനുഭവത്തിലൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. അപ്പൊ ആ സമയത്ത് അങ്ങനെ നിന്ന് വല്ലാതെ ഞെരുങ്ങി പോകുന്ന സമയമായിരുന്നു. അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവവചനത്തില് ചില വാക്കുകൾ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇതിൽ നിന്നൊരു പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് നൽകണം. അപ്പൊ ഞാൻ ഓർക്കുന്നു, ആ കാലഘട്ടത്തിൽ ഞാൻ അതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് പ്രാർത്ഥിക്കുമായിരുന്ന ഒരു വ്യക്തിയാണ് കൊർണേലിയൂസ്. 10-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി പറയുന്ന ഇതാലിക്ക പട്ടണത്തിലുള്ള ശതാധിപനായ കൊർണേലിയൂസ് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തി 11-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പത്രോസ് അപ്പോസ്തലൻ ഭവനത്തിലേക്ക് വന്നപ്പോൾ പറയുന്നുണ്ട്, ഇവർ രക്ഷ പ്രാപിക്കേണ്ടതിനായ രക്ഷാവചനം നിങ്ങൾ ഇവരോട് പറയുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ അതെല്ലാം ഓർത്ത് കർത്താവിന് പറഞ്ഞ, കർത്താവ് അങ്ങനെ എനിക്കൊരു മാറ്റം വേണം. കാരണം ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഭക്ഷണം കഴിക്കാൻ, കിടന്നുറങ്ങാൻ എനിക്ക് എന്റേതാവുന്ന ഒരു ഇതില് തീരുമാനങ്ങൾ എടുക്കാൻ പല പരിമിതികളുള്ള പ്രായ അനുഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ഞാൻ പറഞ്ഞു വരട്ടെ. അങ്ങനെ 92 ആ സമയങ്ങളെല്ലാം പറഞ്ഞു. 92 കഴിഞ്ഞിട്ട് ഇതിനൊരു ഉത്തരവില്ല. അപ്പൊ ഞാൻ അങ്ങനെ 2 വള്ളത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ ഏരിയാവ് പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ എന്റെ ആ സാഹചര്യത്തിൽ ഞാൻ പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ പലരും ബന്ധവസ്ഥയിലുള്ള ദേവാസന്മാർ അങ്ങനെ പലരും എന്നോട് പറയും, നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക, ആ തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കും, എന്റെ കാര്യം ശരിയാ, പക്ഷെ തീരുമാനം എടുത്താൽ ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങും, എന്ത് കഴിക്കും? അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 92 കംപ്ലീറ്റ് കഴിഞ്ഞു. ഡിസംബർ കഴിഞ്ഞു, 31 ജാനുവരി എല്ലാം കഴിഞ്ഞു. അങ്ങനെ 93 തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ഇതില് ആ സമയങ്ങളിലൊക്കെ ഞാൻ വർക്കിന്റെ സൈറ്റ് സൂപ്പർവൈസിങ് അങ്ങനെയെല്ലാമായിട്ട് പോകുന്ന സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സൈറ്റ് സൂപ്പർവൈസിങ്ങിനുള്ള ബന്ധത്തിൽ ബിൽഡിങ്ങിന്റെ സൂപ്പർവൈസിങ് പല സ്ഥലങ്ങളിൽ പോവുകയും വർക്കിനുള്ള ബന്ധത്തിൽ പല സ്ഥലത്തും അങ്ങനെ പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 93 എനിക്ക് എറണാകുളത്ത് ഒരു ടൗണിൽ തന്നെ ഒരു 10 നിലയുള്ള ഒരു ഫ്ലാറ്റിന്റെ വർക്കിലേക്ക് എനിക്ക് പോകുവാനായിട്ട് ഒരു വഴി ഒരുക്കി. അപ്പൊ ആ വഴി ഒരുക്കിയ സമയത്ത് ഇതുപോലെ തന്നെ വലാറോടത്ത് നിന്ന്, അന്ന് ബോട്ടാണ്, ഇന്നിപ്പം പാലമുണ്ട്, അന്ന് ബോട്ട് ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ കരയായിട്ട് ബന്ധമില്ല, അത് ദ്വീപ സമൂഹമാണ് വലാർവാടം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ബോട്ടിന് വരണം, രാവിലത്തെ ബോട്ടിന് വരണം, ഇതാണ്. അപ്പൊ എനിക്കൊരു ആ സമയങ്ങളിൽ ഞാനായിട്ട് ഒത്തിരി മാറ്റങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരുപാട് പ്രാർത്ഥിച്ചു മാറിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ ദിവസവും 4-നോ 4:30 ഇടയ്ക്ക് എഴുന്നേൽക്കുകയും ആ സമയം മുതൽ 4 മുതൽ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ 5 മണി വരെ പ്രാർത്ഥിക്കും, 5-5:30 വരെയും 5:45 വരെയും പ്രാർത്ഥിക്കും. അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം ഞാന് പണ്ടത്തെ ഒരു പായ ഉണ്ടായിരുന്നു, ആ തലപ്പായ എന്നൊക്കെ പറയുന്ന ആ പായലും മുഴങ്ങാലും മടക്കി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഒന്നെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ദൈവവചനം എടുത്തിങ്ങനെ വായിച്ചിട്ട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വായിക്കും. അന്ന് 93 നവംബർ മാസം 23-ാം തീയതി 1993 നവംബർ 23-ാം തീയതി ഞാനിങ്ങനെ ഒരു 4:40 ആയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ മുഴങ്ങാലും മടക്കി
പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഞാനൊരു അശരീരി കേൾക്കുകയാണ് കാതുകളില്. ബൈബിൾ എടുത്ത് തുറക്കുക എന്നുള്ള അശരീരി കേൾക്കുക. അപ്പൊ ഞാൻ ചുറ്റും നോക്കിയപ്പോ ആരും കണ്ടില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ബൈബിൾ എടുത്ത് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് 34 എന്നുള്ള സംഖ്യ ഇവിടെ ഇങ്ങനെ തിളങ്ങിയിട്ട് ശരിക്കും നല്ല പ്രകാശത്തിൽ നമ്മുടെ CFL ലൈറ്റ്, ട്യൂബ് ലൈറ്റിന്റെ പ്രകാശത്തില് 34 എന്നുള്ള സംഖ്യ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. പിന്നെ ഒന്നും കാണത്തില്ല. തൊട്ടിപ്പുറത്തായിട്ട് 8ാമത്തെ ഈ വാക്യം അവിടെ അതും ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ആ 34 സങ്കീർത്തനത്തിന്റെ 8ാം വാക്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവന് ശരണപ്പെടുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇനി 1/2 മണിക്കൂറോളം ഉണ്ട്. അത് കഴിഞ്ഞ കാരണം എനിക്ക് പെട്ടെന്ന് റെഡിയാണ്, ബോട്ടിൽ പോകുന്ന ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയല്ല. അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു മറുപടിയില്ല, എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എനിക്ക് ഇതിന്റെ ഉത്തരം കിട്ടണം. 34 സംഘത്തിന് 8ാമത്തെ വാക്യത്തിന് യഹോവ നല്ലവരെന്ന് രുചിച്ചറിയാൻ അവന് ശരണപ്പെടുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവിന്റെ ഉത്തരം. അപ്പൊ സമയം പോകുന്നു പെട്ടെന്ന്. ആ സമയങ്ങളിൽ ഞാൻ എഴുന്നേറ്റ് പായ മടക്കി വെച്ചു, പെട്ടെന്ന് കുളിച്ച് റെഡിയായി, ഭക്ഷണം എടുത്ത് വെച്ച് ഭക്ഷണം കഴിച്ചു. ഉടനെ ഓടി ചെന്നു, ടിക്കറ്റ് എടുത്തു, ബോട്ടിൽ കയറി. മറ്റുള്ള സമയത്ത് ഞാൻ ഒന്നാമത് ഒത്തിരി വർത്തമാനം പറയുന്ന ഒരു സ്വഭാവമുള്ള ആളാണ്. അപ്പൊ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഞാൻ ആരോടും മിണ്ടുന്നില്ല. ഞാനിവിടെ ഒരു ബോട്ടിലൊരു സീറ്റിന് ഒരു മൂലക്ക് ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് എന്താണ്. അപ്പൊ ഞാൻ ചുരുക്കി പറയട്ടെ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ബോട്ട് കരക്കെടുത്തു. ഞാൻ ജോലിക്ക് പോയി, ജോലി സ്ഥലത്ത് ചെന്നു. സമയങ്ങളിൽ വേറെ ഉച്ചഭക്ഷണം അങ്ങനെയുള്ള സമയങ്ങളിൽ ഒന്നും തന്നെ എനിക്കൊരു തൃപ്തി കിട്ടുന്നില്ല. കാരണം ഈ വാക്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്നത് ബൈബിൾ തുറക്കുക എന്ന്. അങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ ഇങ്ങനെ പ്രകാശം ഭയങ്കര ട്യൂബ്ലൈറ്റിന്റെ പ്ലേറ്റില് 34 എന്നുള്ള സംഖ്യ, തൊട്ടിപ്പുറത്ത് 8 എന്നുള്ള വാക്യത്തിൽ ഈ ഒരു പദങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. ബാക്കി ഒന്നും കാണത്തില്ല, ഒന്നും കാണാൻ പറ്റില്ല. ഭയങ്കര ഡാർക്ക്, വല്ലാത്ത ഇരുള്. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഈ വാക്യം വളരെ അനുഗ്രഹീതമായ വാക്യമാണ്. കാരണം യഹോവ നല്ലവരെന്ന് രുചിച്ചറിയുക, അവന് ശരണപ്പെടുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇന്നും വായിക്കുന്നവർക്ക് ആർക്കും, കേൾക്കുന്ന ആർക്കും ഒരു വലിയ ആശ്വാസം, വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. എന്നാൽ എന്റെ ആ ജീവിതത്തിൽ എന്നോട് ദൈവാത്മാവ് ആ വാക്യം പറഞ്ഞപ്പോ എന്താണെന്ന് അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അന്ന് അതിന്റെ അർത്ഥം അറിയത്തില്ല, ഇന്ന് എനിക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല. ഇന്ന് ഈ സമയങ്ങളിൽ ഇന്ന് വരെ ഞാനത് നല്ലവനാണെന്ന് ഓരോരോ വിഷയങ്ങളിൽ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ ടേസ്റ്റ്, ആ ടേസ്റ്റ് ഞാനത് പല കാര്യങ്ങൾ ഓർത്ത് പറയാം ഈ സമയങ്ങളിൽ നിന്നുകൊണ്ട്. പക്ഷെ ഈ ഒരു രുചിയെ കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. സ്വതന്ത്രം ദൈവനാമത്തിന് മൊത്തം ഉണ്ടാകട്ടെ. അന്ന് ആ ദിവസം ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞ് ചായ, കേരളത്തിലെ വർക്ക് സൈറ്റുകളിൽ ചായ കുടിക്കുന്ന ഒരു ബ്രേക്ക് ഉണ്ട്. അങ്ങനെ ഒരു 3:45 ആയ സമയത്ത്, 3:30 ആയപ്പോ ചായ കുടിക്കാൻ വേണ്ടി വർക്കേഴ്സ് പോയി. അപ്പൊ എന്നോട് അവിടുത്തെ സൈറ്റ് സൂപ്പർ എഞ്ചിനീയർ പറഞ്ഞു, വർക്ക് പെയിന്റിങ്ങിന്റെ അത് ഒന്ന് പോയി ഞാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെല്ലുമ്പോ ഇത് 10 നിലയുള്ള ഒരു ഫ്ലാറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ 10 നിലയുള്ള ഫ്ലാറ്റിന്റെ ഏറ്റവും റൂഫിൽ ചെന്നു. ലിഫ്റ്റിന്റെ ഹോളിന്റെ റൂഫിൽ ചെന്നപ്പോ മുകളിൽ റൂഫുണ്ട്, പിന്നെ ബാക്കിയെല്ലാം താഴേക്ക് ഓപ്പൺ ആണ്. എല്ലാം ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയാണ് ലിഫ്റ്റിന്റെ ഇത് സ്ട്രക്ചർ ഉണ്ടാക്കുക. അങ്ങനെ 9ാമത്തെ നിലയിൽ വന്നു. അവിടെ ഇപ്പൊ റൂഫ് മുകളിലില്ല, 10ാം നിലയിലേ ഉള്ളൂ, ബാക്കി ഓപ്പൺ ആണ്. പക്ഷെ 3 ഭാഗം ഇങ്ങനെയുണ്ട്. അവിടുന്ന് പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞു. അങ്ങനെ 8ാം നിലയിൽ വന്നു. 8ാം നിലയിൽ ഇങ്ങനെയാണ്. 7ാം നിലയിൽ വന്നപ്പോൾ അവിടെ 7ാം നിലയിൽ ഇങ്ങനെ 3 ഭാഗമുണ്ട്. പക്ഷെ 7ാം നിലയില് ആ ഒരു വർക്കേഴ്സ് കയറി പെയിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് ഒരു പലക അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ പലക ഇത് കണ്ടപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കയറി ടച്ച് ചെയ്തൊക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഏകദേശം 3 അടി വീതിയുള്ള ഒരു 10 അടി നീളമുള്ള ഒരു പലകയായിരുന്നു. അതിങ്ങനെ ഇട്ടിട്ട് 6ാമത്തെ നിലയിൽ നിന്നൊരു സപ്പോർട്ട് താഴെ നിന്ന് ഇങ്ങനെ കൊടുത്തിരുന്നു. 7ാം നിലയുടെ ഏറ്റവും എൻഡിൽ നിന്ന് സീലിംഗുമായിട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല, ചോദിച്ചില്ല. അവര് ഞങ്ങളുടെ സൈറ്റ് ഓഫീസിൽ പറഞ്ഞില്ല. ഞാൻ ഈ പലകയിലൂടെ കയറുമ്പോൾ ഈ 7ാം നില കിടക്കുന്ന പലകയുടെ അടിയിൽ 6ാം നിലയിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് ചായ കുടിക്കാൻ പോയപ്പോ ബ്രേക്കിന് പോയ സമയത്ത് ഇവര് 6ാം നിലയിലുള്ള സപ്പോർട്ട് ഇവർ അഴിച്ച് താഴത്തെ 5ാം നിലയിലേക്ക് കൊണ്ടുപോയി. കാരണം ചായ കുടി കഴിഞ്ഞ് വന്ന് ഈ പലക ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഈ വുഡിന്റെ ഷീറ്റ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണെങ്കിലും 5 മണിയാവും. അങ്ങനെ തച്ച് തീർക്കാം, അങ്ങനെ പോകാന്നുള്ളതായിരുന്നു അവര്. അത് അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഈ 7ാം നിലയുടെ മുകളിലൂടെ കയറുമ്പോൾ, 7ാം നിലയിൽ പലകയിലൂടെ കയറുമ്പോൾ അടിയിൽ സപ്പോർട്ട് ഇല്ലാഞ്ഞത് കൊണ്ട് ആ പലക തെന്നി പോകാനായിട്ട് ഇടയായി തീർന്നു. സ്കിഡ് ചെയ്തു. അങ്ങനെ സ്കിഡ് ചെയ്തിട്ട് ഞാൻ നേരെ 7ാം നിലയുടെ മുകളിൽ നിന്ന്
താഴേക്ക് വന്ന് വീഴുവാനിടയായി തീർന്നു. ദൈവത്തിന് മഹത്വം, സ്തോത്രം. ഇന്ന് കേൾക്കുന്ന പലർക്കും ആ മേഖലയിലെ ഇതുപോലൊരു അനുഭവത്തിലുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിഞ്ഞതാണ്. കാരണം ഇന്ന് ഏകദേശം 33 വർഷമായിട്ട് ഒരു 7ാം നിലയുടെ മുകളിൽ നിന്ന് വീണ് ദൈവത്താൽ ജീവിച്ച്, അഥവാ ആദ്യം വായിച്ച വാക്യം പോലെ യഹോവ നല്ലവരെന്ന് രുചിച്ചറിയ അവൻ സർവ്വപ്പെടുന്ന പുരുഷൻ ഭാഗ്യവാൻ. എനിക്ക് സംഭവിച്ചത് ഇങ്ങനത്തെ അപകടം സംഭവിച്ചു. ഞാൻ താഴേക്ക് വീണിട്ട് എന്റെ ഇടത്തെ കണ്ണിന്റെ ബോൾ ബൾജ് ചെയ്ത് പുറത്തു വന്നു. എന്നെ ഒരു തുണിക്കഷ്ണത്തിന്റെ വലിയ ബെഡിന്റെ ഒക്കെ പുറത്ത് ഇരിക്കുന്ന വലിയൊരു ഷീറ്റ്, അങ്ങനത്തെ ഒരു തുണി ഷീറ്റിന്റെ 4 മൂലയും 4 ഭാഗവും കൂട്ടിക്കെട്ടി എറണാകുളത്തുള്ള ഒരു പ്രഗത്ഭമായ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ആ സമയത്ത് അവിടെ വേൾഡ് ന്യൂറോളജിയിൽ 7th റാങ്കുള്ള ഒരു ഡോക്ടറായിരുന്നു അവിടുത്തെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിലൂടെയാണ് ആ ആശുപത്രി പ്രഗത്ഭവും പ്രസക്തമായി തീർന്നത്. അപ്പൊ അദ്ദേഹം, എനിക്ക് ബോധമില്ല, ഞാൻ ബോധം എന്റെ നഷ്ടപ്പെട്ടു. എന്നെ കൊണ്ടുപോയി അവിടെ എത്തിച്ചപ്പോൾ അദ്ദേഹം ഈ 4 മൂലം കെട്ടിയ തുണിക്കഷ്ണത്തിന്റെ ഇടയിലൂടെ അദ്ദേഹം കൈയിട്ടിട്ട് അവര് പറഞ്ഞതാണ്, കൈയിട്ട് നോക്കുമ്പോ എന്റെ പൾസ് ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ജസ്റ്റ് അഡ്മിറ്റ്, നോ ചാൻസ് എന്ന് പറഞ്ഞാണ് എന്നെ അങ്ങോട്ട് കയറ്റുന്നത്. പിന്നീട് കണ്ണിന്റെ എല്ലാ റീഫിറ്റിങ് എന്തൊക്കെയോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷെ 10-ലധികം ദിവസം ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, വായിക്കുന്ന വാക്യങ്ങള് നമുക്ക് എപ്പോഴും ആശ്വാസകരമായി തോന്നി എന്ന് നമ്മൾ ഇമാജിൻ ചെയ്ത് ഇന്നതേ നടക്കുകയുള്ളൂ, ഇതുപോലെ ആയി തീരുകയുള്ളൂ എന്നെല്ലാം നമ്മൾ ചിലപ്പോൾ ഒരു ദൈവനൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ദൈവാസന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തോന്നും. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി, ദൈവം ഏത് വഴിയിലൂടെയാണ് ആ വചനത്തിന്റെ അനുഭവത്തെ നടത്തേണ്ടതെന്ന് അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അങ്ങനെ ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന ആ ദൈവവചനം അന്ന് എനിക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ, അങ്ങനെ ഞാൻ 10-ലധികം ദിവസം അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. എന്റെ ഈ കണ്ണിൽ നിന്ന് ഇങ്ങനെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ ബ്ലഡ് ഡ്രോപ്പ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് അത് നിൽക്കുവാനായിട്ട് 8,000 രൂപ ഒരു ഇഞ്ചക്ഷന് വിലയുള്ള 8,000 രൂപയുടെ ഇഞ്ചക്ഷൻ, 5 ഇഞ്ചക്ഷൻ അമേരിക്കയിൽ നിന്ന് വരുത്തി എന്റെ ശരീരത്തിൽ ചെയ്തു, ഈ ഡ്രോപ്പ് വരുന്ന കണ്ണിലെ രക്തം നിൽക്കുവാനായിട്ട്. പക്ഷെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഈ 5 ഇഞ്ചക്ഷൻ ചെയ്തിട്ടും എനിക്ക് അതിൽ നിന്നൊരു മാറ്റം കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം, ഈ ന്യൂറോളജി ഡോക്ടർ, അദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞു, ഇനി ഇങ്ങനെ വെക്കുവാൻ കഴിയത്തില്ല, പക്ഷെ അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഒന്ന്, ആഫ്റ്റർ ഓപ്പറേഷൻ ലൈഫ് എൻഡ് പാരലൈസ് ആയിട്ട് ഓൺ ബെഡിലായിരിക്കും, സ്വതന്ത്രം. രണ്ടാമത്തെ കാര്യം, ഈ കണ്ണ് റീഫിറ്റ് ചെയ്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും കഴിയുമ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ 3 വർഷങ്ങൾക്കുള്ളിൽ നെർവും വെയിനും റൈറ്റ് ഐയുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഈ ലെഫ്റ്റിന് ഇത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മകൻ ഈ ആഫ്റ്റർ ഓപ്പറേഷൻ ശേഷം അത് ബ്ലൈൻഡ് ആയിത്തീരും, സ്വതന്ത്രം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സെൻസ് നഷ്ടപ്പെടും. ഈ കണ്ണടയ്ക്കുന്നതോ അല്ലെങ്കിൽ ഭക്ഷണം ഇങ്ങനെ ചവച്ചിറക്കുന്നതോ അങ്ങനെ ശരീരത്തിന് യാതൊരു സെൻസും ഉണ്ടാകത്തില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവശവമായിട്ട് കിടക്കുന്ന ഒരാള് എഴുന്നേപ്പിച്ചുകൊണ്ട് ഇരിക്കും, നിർത്തിക്കും. അങ്ങനെ ഒരു അനുഭവത്തിലുള്ള ഒരു മകനായിരിക്കും ആഫ്റ്റർ ഓപ്പറേഷന് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ നിങ്ങൾക്ക് നോ ഒബ്ജക്ഷൻ ആണെങ്കിൽ ഈ വലിയ ഷീറ്റിന്റെ താഴത്ത് സൈൻ ചെയ്യുക, ഞാൻ ഓപ്പറേഷൻ ചെയ്യാമെന്ന് വേൾഡ് ന്യൂറോളജിയിലെ 7th റാങ്കുള്ള ഡോക്ടർ പറയുവാനിടയായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇതില് ഫാദർ സൈൻ ചെയ്തു, ദൈവത്തിനുള്ള വിശ്വാസാനുഭവത്തില് സൈൻ ചെയ്തു. അങ്ങനെ അദ്ദേഹം ഓപ്പറേഷന് വേണ്ടി സജക്ഷൻ ചെയ്ത് ഓപ്പറേഷൻ തീരുമാനിച്ചു. അദ്ദേഹം ഉൾപ്പെടെ 10 ഡോക്ടർമാര് ചേർന്ന് എന്റെ സ്കള്ളില് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട്, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പാടുണ്ട്, ഇതിലിങ്ങനെ എത്രത്തോളം കാണാൻ പറ്റുന്നതല്ല, ഇവിടെ ഇങ്ങനെ പാടുണ്ട്. ഇവിടം വരെയും അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെയും 125 സ്റ്റിച്ച് കൊണ്ടാണ് റീഫിറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നത്. 10 ഡോക്ടേഴ്സും ഇദ്ദേഹം ഉൾപ്പെടെ 11 ഡോക്ടർമാരും കൂടി ചേർന്ന് 19 മണിക്കൂർ എന്റെ സ്കള്ളിൽ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ നടന്നതിന് ശേഷം 19 മണിക്കൂർ ഓപ്പറേഷൻ ശേഷം ഈ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ സക്സസ് ആണ്, പക്ഷെ അത് എത്രത്തോളം അതിന്റെ റിസൾട്ട് എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങളുടെ മകൻ സംസാരിക്കണമെങ്കിൽ 3 മാസം കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് സംസാരിക്കുള്ളൂ. എങ്കിലും ഓപ്പറേഷൻ സക്സസ് ആണെന്ന് മാത്രമാണ് എനിക്കിപ്പോ പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ സമയത്ത് സംഭവിച്ചത് വരെയുള്ളത് വെച്ച് നോക്കുമ്പോൾ യഹോവ നല്ലവനാണെന്ന് ഞാൻ രുചിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അത് എന്നെ അത് എത്ര തന്നെ പറഞ്ഞാലും മതിയാകത്തില്ല. അപ്പോൾ അങ്ങനെ ഡോക്ടർ പോയി. ഡോക്ടറുടെ 5 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം കോഫിയോ ചായയോ കുടിച്ച് ജസ്റ്റ് റെസ്റ്റ് ചെയ്ത് എന്താണെങ്കിലും 5 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഒബ്സർവേഷൻ വാർഡിൽ ഞാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ
ഞാനിത് പറയുന്ന സാക്ഷ്യം പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഇപ്പോഴും ആ ചിത്രം കാണുകയാണ്. ഒരു ലൈറ്റ് ബ്ലൂ ഷർട്ട് ഇട്ട് അദ്ദേഹം എന്റെ അടുക്കിലേക്ക് വരുന്നു. മുഴുകാൻ താടിയാണ്. അപ്പൊ അദ്ദേഹം എന്റെ അടുക്കിലേക്ക് വന്നപ്പോ ഞാൻ കൈ കാണിച്ചു വിളിച്ചു. അദ്ദേഹം എന്റെ അടുക്കിലേക്ക് വന്നു. അപ്പൊ ഇത്രയും ഈ പറയുന്ന ശബ്ദത്തിന് ഫ്ലുവൻസി ഒന്നും ഇല്ല എങ്കിലും ഞാനിങ്ങനെ പതറി ഇങ്ങനെ ചോദിച്ചു, ഡോക്ടറെ, എന്റെ അപകടത്തെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ എന്റെ സിറ്റുവേഷൻ, ബോഡി സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇത് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ പിന്നീട് ഇപ്പൊ അതിന് മെഡിസിൻ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ മയങ്ങിപ്പോയി. പക്ഷെ അദ്ദേഹം പുറത്ത് ചെന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വേൾഡ് ന്യൂറോളജിസ്റ്റ്, 7th റാങ്കുള്ള ന്യൂറോളജിസ്റ്റ് ആണ്. ഞാൻ ഒത്തിരി ഇതിൽ പഠിച്ച ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ആളാണ്. ഇപ്പോഴും വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പല രാജ്യങ്ങളിൽ പോകുന്ന ആളാണ്. പക്ഷെ ഈ ഭാഗങ്ങളിലൊന്നും എന്റെ സ്റ്റിൽ ഈ വർഷം, ഈ നാളെയും നിങ്ങളുടെ മകനകത്ത് സംസാരിച്ച ആ സമയം വരെയും ഇതുവരെയും എന്നും ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഞാൻ പഠിക്കുന്ന മെഡിക്കലിന്റെ പുസ്തകങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണം 10-15 ദിവസത്തോളമായ അൺകോൺഷ്യസ് ആയിരുന്നു നിങ്ങളുടെ മകൻ. ആഫ്റ്റർ ഓപ്പറേഷൻ 90 hours 3 മാസം കഴിഞ്ഞ് സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞ നിങ്ങളുടെ മകൻ വളരെ വ്യക്തമായ രീതിയിൽ അവന്റെ ഇത്ര ദിവസങ്ങൾക്ക് മുമ്പുള്ള അപകടത്തെ കുറിച്ച് എന്നോട് ചോദിച്ചു, ബോഡി സിറ്റുവേഷനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അവന് മെമ്മറിക്ക് മിസ്റ്റേക്ക് ഇല്ല. പക്ഷെ ഇതൊരു ഭയങ്കര വണ്ടറാണ്. ഇതിനെല്ലാത്തിനും കാരണം ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ തിയേറ്ററിലെ ഓപ്പറേഷനിലേക്ക് പോകുമ്പോൾ ഞാൻ ഇതിലൂടെ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ കരഞ്ഞ് വല്ലാതെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അമ്മ പ്രാർത്ഥിക്കുന്നത് ജീസസിനോടാണെന്ന്. അപ്പൊ ജീസസിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് നിങ്ങളുടെ മകൻ അകത്ത് സംസാരിച്ചത്. അവൻ ഉറങ്ങിപ്പോയി, പക്ഷെ എന്താണെങ്കിലും അവന് മെമ്മറിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത് ആമേൻ, യഹോവ നല്ലവരെന്ന് രുചിച്ചറിയാൻ ശരണപ്പെടുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നുള്ളതിന്റെ ഒരു കാര്യമാണ്. ഒത്തിരി അനുഭവങ്ങളില് അതിനുശേഷം ഉണ്ടായ ആശുപത്രിയുടെ കാര്യങ്ങൾ മാത്രം പറയുകയാണെങ്കിലും ഈ പറഞ്ഞ സമയങ്ങൾ കൊണ്ട് നിൽക്കത്തില്ല. എങ്കിലും ഞാൻ പറഞ്ഞ് അതിന്റെ നിലയിൽ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താ വെച്ചാൽ അത് കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്റെ ബോധം എല്ലാം നോർമലായി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഡിസ്ചാർജിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ഡിസ്ചാർജ് തീരുമാനിച്ചു 93 നവംബർ 23 എനിക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. 94 ഫെബ്രുവരി 19 ഞാൻ ഡിസ്ചാർജ് ആകുന്നത്. അപ്പൊ ആശുപത്രിയോടുള്ള ബന്ധത്തില് ഒരു ബില്ല് വരുവാനിടയായി തീർന്നു. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം. ഇപ്പോഴാണെങ്കിലും അപ്പോൾ ആ ബില്ല് ഇത്രയാമായിരുന്നു. 1,23,000 രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത്. സ്വതന്ത്രം അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സാഹചര്യം എപ്പോഴാണെങ്കിലും അത് അങ്ങനെ ഒരു എമൗണ്ട് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യകരമായ ഒരു സാഹചര്യമാണ്. അപ്പം ആ നിലയിൽ അവിടെ എറണാകുളം ജില്ലയുടെ MLA ആയിരുന്ന ആ വ്യക്തിയും അദ്ദേഹവും ഇപ്പോഴത്തെ എറണാകുളം MLA പിതാവ് അദ്ദേഹവും അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റിന്റെ ആയിരുന്ന അദ്ദേഹവും വേറെ ചിലൊരു നിർദ്ദേശം കൊണ്ട് എന്റെ ആശുപത്രി കടന്നു വന്ന് കാണാനും ബില്ലിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി തീർപ്പ് ഏൽപ്പിക്കാനായിട്ട് MLA ഫണ്ട് MP ഫണ്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ പറഞ്ഞത് 1,23,000 രൂപ ബില്ല് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അവിടെ കിടക്കുകയാണ്. അതിന് യാതൊരു സപ്പോർട്ടും ചെയ്യാൻ യാതൊരു നിലയിലും, കാരണം സ്ഥലം വിറ്റിട്ടാകട്ടെ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടാകട്ടെ ഒന്നിനും യാതൊരു മാർഗവും ഇല്ലാത്ത സാഹചര്യത്തിൽ വായിച്ച വാക്യം മറന്നുപോയത്, എന്നോട് പറഞ്ഞ വാക്ക് നിങ്ങൾ ആരും മറന്നുപോകരുത്, യഹോവ നല്ലവരെന്ന് രുചിച്ചറിയുക. 19 കുപ്പി ബ്ലഡ് എന്റെ ശരീരത്തിൽ ട്രിപ്പ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഈ ബ്ലഡിന്റെ ഒരു തുള്ളി രക്തം ഞാനാണ് തന്നതെന്ന് അവൻ ഒരു വ്യക്തിക്കും പറയുവാൻ തക്ക ഇടവരാതെ കൊണ്ട് ദൈവം ആ കാര്യവും അവിടെ നല്ലവനാണെന്ന് ഉള്ള ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാവുന്ന സ്ഥലത്തിന് MLA യും MP യും എന്റെ ബില്ല് പേ ചെയ്യുവാനായിട്ട് MP ഫണ്ടിൽ നിന്നും കടന്നു അവർ ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുവാൻ ഈ ആശുപത്രിയുടെ അധികൃതർക്ക് വേണ്ടി അവരോട് ചെന്ന് കടന്ന് സംസാരിക്കുവാനായിട്ട് ബിൽ കൗണ്ടറിൽ ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനും എന്റെ പിതാവും അവര് MLA MP യും പിന്നെ അവരോടുകൂടെ ഒരു സെക്രട്ടറി ആരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4-5 പേരുണ്ട്. അങ്ങനെ ചെന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ വലാറോടം ജിജി എന്ന് പറയുന്ന ബില്ല് തരിക, സെറോക്സ് തരിക, ഇതിന്റെ ഓണറുമായിട്ട് സംസാരിക്കാനായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് സെക്രട്ടറി അദ്ദേഹം പറയാനായിട്ട് തീർന്നു. അപ്പൊ അവിടെ ഒരു ലേഡിയാണ്, ലതാന്ന ചേച്ചിയുടെ പേര്. അപ്പൊ അവര് പറഞ്ഞു, സാറേ ഞങ്ങള് ചെല്ലുന്ന സമയത്ത് ഏകദേശം ഒരു 2 മണിയോളം 2:30. അപ്പൊ അവര് പറഞ്ഞു, സാറേ 10:30, 10:45, 11 മണിക്ക് മുൻപ് ഒരാള് വന്നു. അദ്ദേഹം വന്നിട്ട് ഈ പേര് പറഞ്ഞു. അത് ഈ പേരിൽ പറയുന്ന ബില്ല് 1,23,000 രൂപ അവിടെ പേ ചെയ്യുവാനിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ.
കാരണം ആ വ്യക്തി ആരാണെന്നുള്ളതിനെ കുറിച്ച് MLA ചോദിച്ചു, MP ചോദിച്ചു, ആര് ചോദിച്ചിട്ടും എന്റെ പിതാവിനെ അറിയത്തില്ല. ഞാനാണിങ്ങനെ ഒരു കോമ സ്റ്റേജ് 4ാം നിലയിൽ 2ാം നിലയിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഒബ്സർവേഷൻ വാർഡിൽ കിടക്കുകയാണ്. എനിക്ക് അതിനെ കുറിച്ച് യാതൊരു ഐഡിയയില്ല. അപ്പൊ ഇവര് പറഞ്ഞു, MLA അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇങ്ങനെ, അതായത് ഞാൻ 7ാം നിലയിൽ നിന്ന് വീണു, ഇതേ വല്ലാർപാട് എന്ന് പറയുന്ന അതേ സ്ഥലത്ത് എനിക്കറിയാവുന്ന ഞാനൊരു നല്ല സൗഹൃദമായിരുന്ന ഒരു വ്യക്തി, സന്തോഷിന്റെ പേരാണ് ആ വ്യക്തി, ഞാൻ ആക്സിഡന്റ് ആയി 93 നവംബർ 23-ാം തീയതി ആണെങ്കിൽ 93 ഡിസംബർ 23-ാം തീയതി 7 അടി ഉയരത്തിൽ, ഞാൻ 7ാം നിലയുടെ മുകളിൽ നിന്നാണ് 120 അടി ഉയരത്തിൽ നിന്നാണ് വീണത്. അവൻ കൂട്ടുകാരൻ 7 അടി ഉയരത്തിൽ നിന്ന് താഴെ വീണിട്ട് ഡിസംബർ 23-ാം തീയതി ഇതേ ആശുപത്രി കൊണ്ടുവന്നു, ഇതേ ഡോക്ടറെ ചികിത്സിച്ചു. ഇതേ ഡോക്ടർ ഡിസംബർ 24-ാം തീയതി അർജന്റലി ഓപ്പറേഷൻ നടത്തി. ഡിസംബർ 25-ന് ഈ വല്ലാർപാടം എന്ന് പറയുന്ന ദേശത്തേക്ക് ഡെഡ് ബോഡി ആയിട്ട് 5 പെങ്ങന്മാരുടെ ആങ്ങളെയായിരുന്ന ആ വ്യക്തിയെ പാക്ക് ചെയ്ത് പെട്ടിയിലാക്കി കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അത് MLA അന്ന് അവിടെ പറയുമ്പോൾ ഞാൻ അറിയുന്നത്, അദ്ദേഹം പറയാൻ കാര്യം ഇതാണ്, 7ാം നിലയിൽ നിന്ന് വീണവൻ അലറിക്കരഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ 7 അടി പൊക്കത്തുനിന്ന് വീണവൻ വിടാതെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതുപോലെയുള്ള അത്ഭുതം പ്രവർത്തിച്ച ദൈവമായിരിക്കാം, അദ്ദേഹം കൃഷി ചെയ്തിട്ട് പറഞ്ഞത് ദൈവമായിരിക്കാം ആ ബില്ലും പേ ചെയ്തത്. എന്താണെങ്കിലും കാര്യങ്ങൾ നടന്നല്ലോ, അതൊരു വലിയ അത്ഭുതമാണല്ലോ, നമുക്ക് ഞങ്ങൾക്ക് തിരക്കേണ്ടെന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾക്ക് പോയി. പറഞ്ഞു വന്നത്, അന്ന് ആ വിഷയത്തിലും യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, തീർച്ചയായിട്ടും ഹല്ലേലൂയ, ലോകത്തിൽ എന്ത് സാധനവും, വസ്ത്രമാകട്ടെ, ഭക്ഷണമാകട്ടെ, മറ്റുള്ള ബന്ധങ്ങളാകട്ടെ, മറ്റുള്ള ആരുമാകട്ടെ, എന്തുമാകട്ടെ, അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും രുചിക്കൊക്കെ മാറ്റം വരും. സ്തോത്രം. എനിക്ക് ലഡു ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറെ നാളുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കും ഇനി ആ മധുരം ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് മധുരം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. അവൻ പല കാര്യങ്ങളും ഓരോരുത്തരുടെ വ്യക്തിപരമായ അവസ്ഥയിൽ അത് വളരെ നല്ലതാണ്, ഈ ടേസ്റ്റ് നല്ലതാണ്, അങ്ങനെ എല്ലാം ഏതാണെങ്കിലും അതിനെല്ലാം ചിലപ്പോൾ വസ്ത്രമാകട്ടെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ പിന്നെ വേറെ എടുക്കണമെന്ന് കളർ അതിന്റെ ഒരു ഇത് വരും. അങ്ങനെ എടുക്കുന്ന സമയത്തുള്ള ആ ഒരു അട്രാക്ഷൻ എല്ലാം മാറും. പക്ഷേ ഈ 34-ാം സങ്കീർത്തനത്തിന്റെ 8ാമത്തെ വാക്യത്തെ കാണുന്ന കർത്താവ്, സർവശക്തനാകുന്ന ദൈവം, അവൻ നല്ലവനെന്ന് മാത്രമേ രുചിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ. ഏത് സാഹചര്യത്തിലൂടെ പോകും, ഏത് കഷ്ടതയിലൂടെയാണെങ്കിൽ, ഏത് രോഗത്തിലൂടെയാണെങ്കിൽ, ഏത് അപകടത്തിലൂടെ. ഇപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ട്, ഇന്ന് ദൈവം അനുവദിച്ച കർത്താവിന്റെ അത്ഭുതകരമാകുന്ന പ്രവൃത്തി ഞാൻ ആരംഭത്തിലെ പറഞ്ഞല്ലോ. ഈ ചാനൽ തുടങ്ങിയത് എനിക്ക് വേണ്ടിയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാം. കാരണം 7ാം നില മുകളിൽ നിന്ന് വീണിരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് എനിക്ക് മറ്റുള്ളവരിൽ പറയുവാനും അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ഫേസ്ബുക്ക് അങ്ങനെ നെറ്റ്വർക്കിൽ സപ്ലൈ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ദൈവം അതിനുവേണ്ടി ഇതാക്കി തീർത്തു. ആരെയൊക്കെയോ ഉദ്ദേശിച്ച്, ആരെയൊക്കെയോ ഉറപ്പിക്കുവാൻ, ആരെയൊക്കെയോ ക്രിസ്തുവിൽ നിലനിർത്തേണ്ടതിനാകാം ഇങ്ങനെ ഒരു സാക്ഷ്യം ഈ പ്രിയ ജീവിത അനുഭവത്തിലൂടെ, പ്രിയപ്പെട്ടവരിലൂടെ ഇതിങ്ങനെ ലോകത്തിലേക്ക് ഇനിയുള്ള നാളുകൾ ഇത് അറിയുവാനായിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സാഹചര്യം നല്ലവനാണെന്ന് രുചിച്ചറിയുവാനായിട്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ ജോലിയുടെ അനുഭവത്തിൽ ഇങ്ങനെ ആശുപത്രി ബില്ല് പേ ചെയ്തു, സന്തോഷകരമായിട്ട് അവിടുന്ന് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ട് ആ വാക്യത്തിലേക്ക് ഒന്നുകൂടി പറയട്ടെ. അവൻ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ ശരണപ്പെട്ട പുരുഷൻ ഭാഗ്യവാൻ എന്നാണ് 8ാം വാക്യം കാണുന്നത്. സ്വതം അവൻ ഞാൻ പറഞ്ഞില്ല, 19 കുപ്പി ബ്ലഡ് കുത്തി വെക്കുവാനായിട്ട് ഇടയായി എന്റെ ബോഡിയില്. ഒരു ഡ്രോപ്പ്, ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും ഞാനാണ് തന്നതെന്ന് പറയുവാനായിട്ട് ഒരൊറ്റ വ്യക്തിയെ പോലും ലോകത്ത് ദൈവം നിർത്തുവാനിടയായി തീർന്നില്ല. എനിക്ക് പല വിധമാകുന്ന ആവശ്യങ്ങളുണ്ടായിരുന്നു. ആശുപത്രി കിടന്ന നമുക്ക് ഒത്തിരി കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട പ്രഗത്ഭവും പ്രസിദ്ധമാകുന്ന പല ചർച്ചുകളില് ആ ദിവസങ്ങളിൽ എന്റെ ബില്ല് പേ ചെയ്യുവാനായിട്ട് ഒത്തിരി ഫണ്ട് കൂട്ടുവാനിടയായിരുന്നു. ഒരുപാട് പൈസ കണക്ട് ചെയ്യാനിടയായിരുന്നു. ആ രീതിയിൽ ഒത്തിരി പൈസ എന്റെ പേരിൽ കളക്ട് ചെയ്തതാണ്. പക്ഷെ 1 രൂപ പോലും എന്റെ ബില്ല് പേ ചെയ്യുവാനായിട്ട് സാമുദായികമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, മറ്റൊരു മേഖലയിലും എന്റെ ആ സമയങ്ങളിൽ എനിക്ക് ഫിലിമിലെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവര് പോലും കടന്നു വന്ന സമയത്ത് ഒത്തിരി ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ് പേടിക്കുന്ന ബില്ലിന്റെ സമയത്ത് എന്തെങ്കിലും ആരെയും പറഞ്ഞ് യഹോവ നല്ലവൻ. കാരണം എനിക്ക് ആരുമായിട്ട് അങ്ങനെ അത്ര ബന്ധമുള്ള സാഹചര്യങ്ങളൊന്നുമല്ല. ഇത്ര വലിയ എമൗണ്ട് കൊടുക്കാനായിട്ട്, എനിക്ക് എന്റെ ആധാരം കൊണ്ട് വെക്കാനായിട്ട് അന്ന് എനിക്ക് സ്ഥലവും കാര്യങ്ങളൊന്നും ഉള്ള ആളല്ല. ഒരു നിലയിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഒന്നുമില്ല. അന്ന് ആ സമയത്ത് എല്ലാ കാര്യങ്ങളും നടത്തി എന്നെ നൽകി ഇന്ന് ഈ ആരോഗ്യത്തോടെ ഈ മെയ് മാസം 9-ാം തീയതി ഈ ലോകം കേൾക്ക് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയാക്കി ആ രുചി ഉണ്ടല്ലോ.
ജീവിതത്തില് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. കാരണം അത് ടേസ്റ്റ് ചെയ്താൽ അതുപോലെ കാരണം മടുക്കത്തില്ല. ഒരു കാരണവശാലും ആ രുചി മതി എന്ന് പറയത്തില്ല. ആ രുചി അനുഭവിക്കുന്നവർ ടേസ്റ്റ് ചെയ്യുന്നതോറും ഒത്തിരി. ഞാൻ പറഞ്ഞല്ലോ, ആ വാക്യത്തിന്റെ അർത്ഥം എനിക്ക് അന്നും അറിയത്തില്ല ഇന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് ഓരോരോ വിഷയങ്ങളിൽ ഞാൻ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസിന്റെ ഈ ന്യൂറോളജിയിലെ അദ്ദേഹം കഴിഞ്ഞു, ഡിസ്ചാർജ് കഴിഞ്ഞു. അപ്പൊ ഒരു ദിവസം തീരുമാനിച്ചു. വന്നിട്ട് അദ്ദേഹം പറഞ്ഞു വേറെ ടെസ്റ്റിന് വരണമെന്ന് പറഞ്ഞു. ടെസ്റ്റിന് ഞാൻ ചെന്ന്, ഞാനും എന്റെ ഫാദറും ഒക്കെ ഉള്ള സമയം ഇപ്പൊ രണ്ടും കർസനിലാണ്. ചെന്നു. കടന്നു ചെന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, അപ്പൊ ഈ കണ്ണ് ആണ് പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഈ കണ്ണ് ഇങ്ങനെ അടച്ചു പിടിച്ച് ലെറ്റേഴ്സ് വായിക്കാം, ABC ഇങ്ങനെ വായിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിനൊരു കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിച്ചു, പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 3.5 വയസ്സുള്ളപ്പോ, എന്റെ 3.5 വയസ്സ് ആ സമയത്ത് ഞാൻ എനിക്കുള്ള ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്, പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ആ സമയത്തുണ്ടായ ചില യാത്രകൾ, ചില കാര്യങ്ങളെല്ലാം അച്ചിട്ട് അതിന്റെ സ്ഥലത്തിന്റെ പേര് മറ്റുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അദ്ദേഹത്തോട് പറയാനിടയായി തീർന്നു. അപ്പൊ അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞപ്പോ പറഞ്ഞൊരു വാക്കാണ്, പലപ്പോഴും അവർക്ക് അത് കുറിച്ചു വെക്കുന്നത്. കാരണം അതേപോലെ വാക്കാണ്, ഈ റോഡ് നന്നാക്കുന്ന അല്ലെങ്കിൽ ലെവൽ ചെയ്യുന്ന റോളർ ഉണ്ടല്ലോ, ഇരുമ്പിന്റെ ടയറുള്ള റോളർ, അത് നിങ്ങളുടെ തലയുടെ മുകളിലൂടെ ഇരി കയറിയാൽ അതിന്റെ ടയർ പഞ്ചറാവുന്ന അദ്ദേഹം ഒരു വാക്ക് പറയാനായിട്ട് ദൈവത്തിന് അദ്ദേഹം തോന്നുന്നു. ഞാൻ പറഞ്ഞത് വേൾഡ് ന്യൂറോളജിയുള്ള ഡോക്ടർ ചികിത്സിച്ച ഒരു വ്യക്തിയാവുന്ന എനിക്ക് എന്റേതാവുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മെഡിക്കൽ സയൻസിന്റെ ഒന്നുമല്ല. കാര്യം 125 സ്റ്റിച്ച് എന്റെ തലയിലൂടെയിട്ടാണ് ഇത് ഈ ഫിറ്റ് ചെയ്തത്. പക്ഷെ അന്ന് ഉപയോഗിച്ച മെഡിസിനോ അന്ന് ചെയ്ത കാര്യങ്ങളോ ഒന്നുമല്ല ഈ അനുഭവത്തില് ഇതായിട്ട് നിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നടത്തിയത്. ഞാൻ പറഞ്ഞത് അത്രത്തോളം യഹോവ നല്ലവരെന്ന് തിരിച്ചറിയാൻ വീണ്ടും ഞാൻ പറയട്ടെ. ആ ആശുപത്രി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, തിരികെ പോന്നു. അത് ശേഷമായിട്ട് ഞാൻ വീട്ടിലായിരുന്നു, റെസ്റ്റ് ആയിരുന്നു. അതിനാ കുറെ സമയങ്ങൾക്ക് ശേഷം എനിക്ക് ജോലികളുടെ ബന്ധത്തിൽ പ്രവേശിക്കണമെന്നൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ജോലി പ്രവേശിച്ചു. അതും കേരളത്തിൽ പുറത്തായിരുന്നു. അതിനുശേഷം ഞാൻ കേരളത്തിൽ വന്നു. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന വീഗാലാൻഡ് കമ്പനിയുടെ വണ്ടർല എന്ന് പറയുന്ന അമ്യൂസ്മെന്റ് പാർക്കിന്റെ, അന്ന് വീഗാലാൻഡ് ആയിരുന്നു, ആ അമ്യൂസ്മെന്റ് പാർക്കിൽ ഞാൻ അവിടെ ഇങ്ങനെ ഇത് ചെയ്യുന്ന ഇന്ത്യൻ ഡെക്കറേഷന്റെ വർക്കിനോട് ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചതുപോലെ തന്നെ ഇനോഗ്രേഷൻ വരികയാണ്. അതിന്റെ എല്ലാ വർക്കും കഴിഞ്ഞു. ഇനോഗ്രേഷൻ ഒരു ചൊവ്വാഴ്ചയാണ്. അപ്പൊ ചൊവ്വാഴ്ച അതിനു മുമ്പ് ഉച്ച ഭക്ഷണത്തിന്റെ സമയത്ത് 1 മണിയൊക്കെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന ആ ഒരു സമയം ടെമ്പററി ഓഫീസാണ്. അവിടെ ഫ്ലൈവുഡ് ഉണ്ടാക്കുന്ന ഓഫീസാണ്. ആ ഓഫീസിൽ വെച്ച് പെട്ടെന്നൊരു അശരീരി ഇങ്ങനെ കേൾക്കുകയാണ്, ഇപ്പോൾ നീ ആരുടെ പേരാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു ഒത്തിരി വർത്താനം പറയും. അപ്പൊ ചുറ്റും നോക്കി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പല കമ്പനികളുടെ എഞ്ചിനീയേഴ്സ് അങ്ങനെ, അവരാരും കാണുന്നില്ല. അത് ഞാൻ ഒരു ഭാഗത്തേക്ക് നോക്കി തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോ പെട്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്, 93 നവംബർ 24 4:40 എന്നോട് സംസാരിച്ചു ബൈബിൾ തുറക്കെന്ന് പറഞ്ഞ ആ ശബ്ദമാണല്ലോ ഈ ശബ്ദം എന്ന്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ദൃശ്യമായിട്ട് ഇങ്ങനെ കാണുകയാണ്, ഡോക്ടർ നിൽക്കുന്നു, ഡോക്ടറിന്റെ അടുത്ത് എന്റെ പിതാവ് നിൽക്കുന്നു. ആ പിതാവിനോട് ഡോക്ടർ പറയാണ്, നിങ്ങളുടെ മകൻ ഓപ്പറേഷൻ ചെയ്യാം, പക്ഷെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ലൈഫ് എന്റെ പാരലൈസ് ആയി പോവും. ഈ കണ്ണ് റീപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി സംഭവിക്കാം, നെർവ് കണക്ഷനിലുണ്ട് 3 സംഭവിക്കാം. അങ്ങനെ ടോട്ടലി ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ഈ ഡോക്ടറും പിതാവിന്റെ ആയിട്ട് ഇങ്ങനെ ഒരു പിക്ചർ ഇങ്ങനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ആ ദൃശ്യം മാറിപ്പോയിട്ട് പെട്ടെന്ന് ഒരു ഇങ്ങനെ പ്രകാശമാകുന്ന അനുഭവം ഇത് ആ വിഷയം ഇങ്ങനെ കാണുകയും അതിൽ നിന്നുകൊണ്ട് ഒരു അശരീരി കേൾക്കുകയും ചെയ്യാണ്, ഞാനാണ് നിന്നെ വില കൊടുത്ത് ഞാൻ വാങ്ങിയതാണ്, ആശുപത്രിയിൽ നിന്റെ വില നൽകി വാങ്ങിയത് ഞാനാണ്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോവുക. ഇത്രയും നീണ്ട വാക്കുകൾ കൃത്യമായി വ്യക്തമായി എന്റെ കാതുകൾ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു മനുഷ്യ അനുഭവത്തിൽ പറയുന്നവരെ ഞാൻ പറഞ്ഞത് അത് ടേസ്റ്റ് ചെയ്തുകൊണ്ട് പറയാം, അത്രയും എനിക്ക് കേൾക്കുവാൻ അറിയാനും കഴിഞ്ഞു. ദൈവത്തെ അങ്ങനെയുള്ള സ്തോത്രം. അങ്ങനെ കഴിഞ്ഞു. ഞാൻ ഉടനെ ഇരിക്കുമ്പോ ഇങ്ങനെ മഞ്ഞ് മൂടിയിട്ട് മഞ്ഞിന്റെ അകത്ത് ഞാനിങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ അറിയുന്നത്. ഞാൻ മുഴങ്കാലിൽ അവിടെ ആ ഓഫീസ് റൂമിൽ തന്നെ മുഴങ്കാലിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ എഴുന്നേറ്റു. ലെറ്റർ ഹെഡിൽ, ഞങ്ങളുടെ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ ഞാനിങ്ങനെ റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തു, വർക്കില്ല എന്ന്, ഞാൻ ഇത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ 2 ദിവസമേ ഉള്ളൂ. അപ്പൊ അന്ന് ഇപ്പോഴാണെങ്കിൽ അദ്ദേഹം പിന്നെയും ഒരു പക്ഷെ കുറച്ചൊരു കമ്മിറ്റ്മെന്റ് ആവും. പക്ഷെ അന്ന് അദ്ദേഹം എന്ന് വെച്ചാൽ വീഗാലാൻഡിന്റെ ഓണർ കുറച്ച് ദിവസം ചിറ്റലിപ്പള്ളി അദ്ദേഹം ഇതിനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇങ്ങനെ പോവാണ്, എനിക്കിങ്ങനെ ഇതില്ല. അപ്പൊ പറഞ്ഞു, തിങ്കളാഴ്ച
ഇവിടെ എല്ലാ സ്റ്റാഫുകൾക്കും മീൻസ് എല്ലാ കമ്പനികളിലെ എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ ഒരു ട്രീറ്റ് ഉണ്ട്, താൻ അത് വരില്ല, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സാറേ എനിക്ക് അത് പറയാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാൻ റെഡിയായി തീർന്നു. അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറയാൻ കേൾക്കത്തില്ല, അങ്ങനെ പറഞ്ഞിട്ട് പോരാൻ റെഡിയായി തീർന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ചർച്ചയിൽ പോയി, സഭയിൽ പോയി, ആരാധന കൂടി, സാക്ഷ്യമൊക്കെ പറഞ്ഞു, തിരിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തിങ്കളാഴ്ച ജോലിയില്ല. മനസ്സിലാക്കണം, തിങ്കളാഴ്ച ജോലിയില്ല. വാക്യം ഓർക്കുക, യഹോവ നല്ലൊരു വിശ്വാസപ്പെടുന്ന വിഷയം ഭാഗ്യമാണ്. ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോകുന്ന ഞായറാഴ്ച രാത്രി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിഞ്ഞ് എന്റെ മുറിയിൽ കയറി കിടക്കുവാനായിട്ട് പോകുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് വരും, നാളെ ജോലിയില്ലല്ലോ എന്ത് ചെയ്യും. വളരെ വ്യക്തമായിട്ട് എന്റെ കാതിൽ ഇങ്ങനെ കേൾക്കും, നാളെ എന്ത് ചെയ്യും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ നാളെ ഞാൻ എന്ത് ചെയ്യും, എന്നാൽ ദൈവത്തോട് ചോദിക്കാം. എനിക്ക് അത് മാത്രമല്ല, അങ്ങനെ ദൈവത്തോട് ചോദിക്കാമെന്ന് വെച്ചുകൊണ്ട് അന്നൊരു പ്രാർത്ഥനാ പായുണ്ട്. ആ പായയിലേക്ക് ഞാൻ മുഴങ്ങാറ് മുഴക്കി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എനിക്കറിയത്തില്ല, ഞാൻ പെട്ടെന്ന് ആത്മാവിനെ അറിയുവാനിടയായി തീർന്നു. പിറ്റേ ദിവസം അയൽവക്കക്കാരാണ് പറഞ്ഞത്, ഇവൻ എന്തൊക്കെയോ ഒറ്റപ്പാടും വേറെ ഏതൊക്കെയോ ഭാഷയാണെന്ന് എന്ന് പറയണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും അന്നൊരു 11:55 ആയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വീണ്ടും ഒരു ദൈവവചനത്തിലൂടെ ഇടപെട്ടു. എന്നോട് ശക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ബൈബിൾ തുറന്നു നോക്കുക, അതിൽ എബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യം നിന്നോടുള്ള എന്റെ വാഗ്ദാനമാണ്. ഇത്രയും കൃത്യവും വ്യക്തമായി ഈ കാതുകൾ കേട്ടു. എനിക്ക് ആ വാക്യം അറിയാം, പക്ഷെ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യമാണ് നീതിവാൻ വിശ്വാസം ജീവിക്കും എന്നുള്ളത്. റോമർക്ക് ലേഖനത്തിലുണ്ട്, ഗലാത്യ ലേഖനത്തിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നീതിവാൻ വിശ്വാസം ജീവിക്കും എന്നുള്ളത്. പക്ഷെ എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യത്തിൽ മാത്രമാണ് കാണുന്നത് എന്റെ നീതിവാൻ വിശ്വാസം ജീവിക്കും എന്നുള്ളത്. ഞാനത് വായിച്ചു പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിന് പ്രസാദമില്ല. വായിച്ചു, സുഖമായിട്ട് കിടന്നുറങ്ങി. കാരണം ഇരുന്ന് ജോലി ആ കാര്യങ്ങളെല്ലാം മറന്നു. അതുപോലെ ഉറക്കം പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അവനെ അത്ര സുഖകരമായിട്ട് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ അന്ന് മുതൽ ഏകദേശം 10-32 വർഷത്തോളാകുന്ന ഇന്ന് വരെയായിട്ടും ഒരുവിധമായ ആവശ്യങ്ങൾക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കഥാദാസ് സംസാരിച്ച സമയത്ത് ഞാൻ ഫോണിൽ കൂടി പറയാനിടയായത്, ഇതുവരെ ലോകത്തിപ്പം എല്ലാവർക്കും പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ 2000 രൂപ മറിക്കും, 1000 രൂപ മറിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. പക്ഷെ എനിക്കൊരൊറ്റ രൂപ ഇതുവരെയായിട്ടും കടം വാങ്ങേണ്ടി വന്നിട്ടില്ല. നാളെ തരാമെന്നായിട്ട് പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ വാടക ബിൽഡിംഗാണ് താമസിക്കുന്നത്. എങ്കിലും ഇവിടുത്തെ സകല കാര്യങ്ങൾ, പ്രത്യേകിച്ച് കൊറോണ വന്നു, കോവിഡ് വന്നു, നോർത്ത് ഇന്ത്യയിൽ പല സഭകളിലും ഒരുപാട് ശൂന്യതകൾ വന്നതുപോലെ ഇവിടെ ശൂന്യതകൾ വന്നു, പല നിയമങ്ങളും വന്നു. ഇപ്പൊ രാജസ്ഥാന മതഭേദഗതി ബില്ല് പാസ്സാക്കപ്പെട്ടിരിക്കണം, അതിന്റെ അകത്ത് പലതുകൊണ്ട് അങ്ങനെ പല നിലകളിലും ആമയെ സൃഷ്ടിച്ച് പല നിലകളിലും കൂട്ടായ്മകൾ ആളുകൾ കുറഞ്ഞ് എല്ലാ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിലാണെങ്കിലും അന്ന് എന്നോട് വാഗ്ദാനം ചെയ്ത് എന്നോട് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകാനായിട്ട് പറഞ്ഞ് ഞാൻ അയച്ച സ്ഥലങ്ങളിൽ പോകാനിടയായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കോട്ടയം ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഏകദേശം 13 വർഷമായിട്ട് സംസാരിച്ചിട്ടില്ലാത്തൊരു പെൺകുട്ടി, എനിക്കത് അറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് ഇവരെ സാക്ഷ്യം പറയാം. അപ്പൊ അന്ന് എനിക്ക് ഹിന്ദി അത്ര വശമൊന്നുമല്ല, മറ്റൊരാളെ ട്രാൻസ്ലേറ്റ് ചെയ്തു പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഒരു സ്ത്രീ വന്നിട്ടുള്ളൂ, നീ പറയുന്ന യേശു അത്രയും ജീവനുള്ള അത്ഭുതം ചെയ്യുന്ന ദൈവമാണെങ്കിൽ ഞാൻ പറയുന്ന ഈ കൊച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം? നീ പ്രാർത്ഥിക്കുക, ആ കൊച്ച് ജയിച്ചിട്ട് സംസാരിച്ചിട്ട് നീ പറയുന്ന പോലെയുള്ള നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് വേറൊന്നുമില്ല. അപ്പം മറ്റുള്ള സിറ്റുവേഷനോ ഒന്നും ചിന്തിക്കാനില്ല, എനിക്ക് ടേസ്റ്റ് ചെയ്ത ആളെ കുറിച്ച് പറയാനേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഞാൻ നല്ലവരാന്ന് രുചിച്ചറിഞ്ഞ കർത്താവിനെ കുറിച്ച് പറയുന്ന ഇപ്പൊ ആര് നോക്കിയുണ്ടി എന്ന് പറഞ്ഞാലും ഞാനത് പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ എന്ന് പറയാം. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ നീ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ അവരോട് ചോദിച്ചു. അപ്പൊ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആ ടൈമിൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അദ്ദേഹം എന്തോ ഫോൺ വന്നിട്ട് അങ്ങനെ മാറിപ്പോകാനായിരുന്നു. കാരണം പ്രാർത്ഥിച്ച ചിലപ്പോൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവര് തീർത്ത് ശരിക്കും അതിന്റെ ആവുന്ന തിക്തമായ അനുഭവങ്ങളാണ് നോർത്ത് ഇന്ത്യയിൽ സൂക്ഷിക്കുന്ന പലർക്കും അറിയാമല്ലോ. അങ്ങനെ ഞാനല്ല കേട്ടോ, എന്റെ കൈ വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അന്യഭാഷയിൽ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഏകദേശം 1/2 മണിക്കൂറോളം 35 മിനിറ്റോളം ആയിട്ട് തോന്നുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ എന്ന് പറയാൻ ഞാനല്ല, കൈ എടുത്ത സമയത്ത് ഈ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അത്ഭുതകരമായിട്ട് അതുവരെ ജനിച്ചിട്ട് 12 വയസ്സ് വരെയായിട്ട് 12 വയസ്സ് വരെയായിട്ട് ഈ പെൺകുട്ടി സംസാരിച്ചിട്ടില്ല. ഇത് സംസാരിക്കാൻ തുടങ്ങി. അവൻ പണ്ട്
മെലിത ദേവി ചെന്നപ്പോഴത്തെ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നീട് ദൈവപുരുഷനാണ് ദേവനാണെന്നൊക്കെ പറഞ്ഞ് പൊക്കിയെടുത്തവരെ ഈ സൗകര്യരെല്ലാരും കൂടി അവരെന്നെ ഉയർത്താനൊക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞ് നിർത്തി, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളുടെ തലയിൽ ഇത്രയും പേര് മാറുന്നു, ഞാനല്ല. എന്നെ ഈ 7-ാം തീയതി വീണപ്പോ ജീവിപ്പിച്ച യേശുവിനാലാണ് ഈ കുഞ്ഞിന് സൗഖ്യം ഉണ്ടായത്. അതുപോലെ പല അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്ന ജീവനുള്ള ദൈവം. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് മാറുക. അങ്ങനെ അവർ ആ ഭാഗത്തുള്ളവർ കുറെ ചാക്കുകളാക്കിയിട്ട് വീടുകളിലെ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്നെ ഉപയോഗിച്ചിട്ട് പറയുക, ഇത് നിങ്ങൾ കത്തിച്ചു കളയാം. അത് ഞാൻ ചെയ്യത്തില്ല, കാരണം ചെയ്ത വേറെ പല ബോധ്യങ്ങളും പിന്നീടുണ്ടാവും. അത് ഞാൻ ചെയ്യത്തില്ല. നിങ്ങൾ തന്നെ ചെയ്തോളൂ, വെള്ളത്തിൽ ഒഴിക്കുക, കത്തിച്ചാലേ പൊടിച്ചാലേ എന്ത് വേണം ചെയ്തോ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു സാക്ഷ്യമാണ് ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയത്. ഈ പറഞ്ഞു നിൽക്കുന്ന ഞാനൊരു സാക്ഷ്യമാണ്. കാരണം ലോകത്തിൽ ആരും 7-ാം തീയതി മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ഇതുവരെയായിട്ട് ഇങ്ങനെ നിൽക്കുവാനോ നടക്കുവാനോ അങ്ങനെ ഒന്നും സൈഡേ ആയിട്ടില്ല. അപ്പൊ ദൈവത്താലാണ് നിങ്ങളുടെ അടുക്കിലേക്ക് എന്നെ അയച്ചത് ഈ കുഞ്ഞിനെ. അപ്പഴേ തോന്നുന്നു അങ്ങനെ ഞാൻ പറഞ്ഞത്. അങ്ങനെ അയക്കുവാനാണെങ്കിൽ എവിടെയാണെങ്കിൽ ഇപ്പം ഒരിക്കൽ പാട്യാല എന്ന് പറഞ്ഞ പഞ്ചാബിന്റെ പ്രദേശത്ത് ഒരു മീറ്റിംഗ് നമ്മൾ സംബന്ധിച്ച് അവിടെ വെച്ചത് തന്നെ അത് കറക്റ്റ് കൃത്യം രാത്രി 12 മണിയാകുമ്പോ ഈ വെച്ച് അവിടുത്തെ ഒരു പ്രത്യേക കട്ടിലുണ്ട്. നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പ്രത്യേക കട്ടിൽ, കയറുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന 4 കട്ടില്. അപ്പൊ അതിന്റെ മുകളിൽ ഈ 12 മണിക്ക് ഇപ്പൊ വെച്ച് കയറി ഒരു 5:45-6 പൊക്കമുണ്ട്. സർദാർജിന്റെ മോളാണ് ഇത്. 6 മണിക്ക് 12 മണിക്ക് കയറി. 12 മണിക്ക് കയറിയത് ഹിന്ദിയിലെ മറ്റേ പല്ലവരെന്നുള്ള പാട്ടുകൾ ഭയങ്കര ഡാൻസാണ്. അത് കറക്റ്റ് 12 മണിക്ക് ഭയങ്കര ഒച്ചയാണ്. അപ്പൊ ഞങ്ങൾ ഒരു മീറ്റിങ്ങിനായിട്ട് പോയത്. അപ്പൊ ആ മീറ്റിങ്ങിന് ഇടയ്ക്ക് വെച്ചിട്ട് അവര് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, എന്റെ മോൾക്ക് വല്ലാത്തൊരു പ്രയാസമാണ്. ഈ മീറ്റിങ്ങിന് വന്നപ്പോഴത്തേക്ക് അവിടെ നിങ്ങളുടെ ഇങ്ങനെ പാതിരി പറയുന്ന കേട്ടിട്ട് ഒത്തിരി ആശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക ഈ കുഞ്ഞിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുക എന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ ആ പിറ്റേന്ന് 12 മണിയോട്ട് ആളുകൾ ചുറ്റുപാടുള്ളവര് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങിന്ന് ആ മേഖല കേൾക്കുവാനായിട്ട് ഇടയത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇതായിട്ടല്ല. പക്ഷെ അന്ന് ഈ പറഞ്ഞവര് എന്ത് കാര്യമാണെങ്കിൽ ഏത് കാര്യമാണെങ്കിൽ മെഡിക്കൽ സയൻസിൽ ഇത്രയും വരുന്നത് വീണ എനിക്ക് ന്യൂറോളജിയിലെ സംസ്ഥാനങ്ങളുടെ ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾക്ക് ഇത്രയും അപകടം ഉണ്ടായതാണ്, ഇഞ്ചുറായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തലമുറ മാരേജിന് ശേഷം ആഫ്റ്റർ മാരേജ് എനിക്ക് കല്യാണം കഴിച്ചില്ല, അപ്പൊ ആഫ്റ്റർ മാരേജ് നിങ്ങൾക്ക് ജനറേഷൻ ഉണ്ടാവും എന്നുള്ളതിന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടർ എങ്ങനെയാണെങ്കിൽ എഴുതി തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ഇങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചാൽ അദ്ദേഹം പറഞ്ഞാണ് പാരലൈസ് ആയി പോകുന്നത്. അതിൽ ജീവിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി മക്കളുണ്ടായിരുന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാ യഹോവ നല്ലവന്ന് രുചിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തെ അങ്ങോട്ട് സ്വത്രം. എനിക്ക് 2 കുട്ടികളെ ദൈവം അനുഗ്രഹിച്ച് നൽകി. മൂത്തത് മോളാണ്, BCA പഠിക്കുന്നു. കർത്താവ് ഇതുവരെ സഹായിച്ചു. അത് മോനാണ്. ആശിഷ് എന്നാണ് പേര്. ഇന്ന് ഞാൻ ഇത് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇന്ന് കുറച്ചു മുമ്പാണ് അതിന്റെ റിസൾട്ട് കിട്ടിയത്. 94.36% ആ 4-ാം ക്ലാസ്സിന്റെ അവസ്ഥയാണെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന ഒരു ബുദ്ധിമാന്യമില്ലാത്ത കാഴ്ചയുള്ള ഒരു കുറവുമില്ലാത്ത നല്ല 2 മക്കളെ ഈ സാഹചര്യത്തിൽ നിന്നും ദൈവം എനിക്ക് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. സ്വതം ഞാൻ പറഞ്ഞത് യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവാനായിട്ട് ആമേൻ കഴിഞ്ഞത് കൊണ്ടാണ് ആമേൻ ഓരോ അനുഭവത്തിൽ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ആമേൻ എന്റെ നീതിവാൻ വിശ്വാസം ജീവിക്കും. ഒത്തിരി ആവശ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ പലതാകുന്ന ആമേൻ നീഡ്സ് വരും. എനിക്കാണെങ്കിൽ ഞാൻ ഒരു കാര്യവും ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല. എന്നുവെച്ചാൽ വ്യക്തിപരമായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്ന ഒരാളുണ്ട്. പിന്നെ അതിനപ്പുറമായിട്ട് വേറെ ആരോടും പറയണ്ട എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറില്ല എന്റെ വിഷയങ്ങൾ. ഞാൻ പറഞ്ഞത് മോളുടെ വിഷയം വന്നപ്പോൾ, പഠനത്തോളം നോർത്ത് ഇന്ത്യ വന്നപ്പോൾ അവർക്ക് ഇവിടെ വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി. വിദ്യാഭ്യാസം ചെയ്തു, വിജയം കിട്ടി. അപ്പൊ അന്ന് കോവിഡിന്റെ സമയമാണ്. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞ് നേഴ്സിംഗിൽ വിടാൻ പറഞ്ഞു. മോള് പഠിച്ചത് PC ആയിരുന്നു, കണക്കിന് മാത്സിനുള്ള ബന്ധത്തിലായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും ആയിരുന്നു. അങ്ങനെ അതിൽ നിന്നുകൊണ്ട് ഇതിന് പോകാനായിട്ട് നേഴ്സിംഗിന് പോകാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അതിന് നിന്നപ്പോൾ അങ്ങനെ BCAക്ക് പോകാനായിട്ട് ചാൻസ് കിട്ടി. അപ്പൊ അത് കിട്ടാനൊരു ഇതുമില്ല. 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ തീരുകയാണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റ് തീരുകയാണ്. ഞാൻ ഈ 2 ദിവസം ഇടാതിരുന്നു. അപ്പൊ എന്റെ ഞങ്ങളുടെ ലീഡേഴ്സ് ഇതിന്റെ സോണൽ പാസ് വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി കൊച്ചിന്റെ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അവള് വിജയിച്ചു, നല്ല ശതമാനം മാർക്കുണ്ട്. അപ്പൊ ഒന്നും നോക്കിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒന്നും നോക്കിയില്ല. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാൻ എന്റെ അടുത്തില്ല. അപ്പൊ അതാണ് ഒന്നും നോക്കിയില്ല. അദ്ദേഹം നോക്കാതെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിച്ചത് വേറെ ആളെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റിന്റെ മോളുടെ കാര്യങ്ങളെ കുറിച്ച് വിദ്യാഭ്യാസം വേണ്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു. ഞാൻ പറഞ്ഞത് എന്റെ നീതിമാൻ വിശ്വാസം ജീവിക്കും. ചുരുക്കി പറയട്ടെ, അതിനുശേഷമായിട്ട് ഓക്കെ ലാപ്ടോപ്പിന് ഒരു വിഷയം വന്നു. ലാപ്ടോപ്പ് മേടിച്ചാൽ ഞാനിപ്പോ എനിക്കറിയത്തില്ല, പക്ഷെ 19,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
അബുദാബിയിൽ ഒരാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് 3 ദിവസം പ്രാർത്ഥിക്കുമ്പോഴും എന്റെ മോളുടെ പേരും എന്റെ പേരും ഈ ലാപ്ടോപ്പിന്റെ ചിത്രമാണ് കാണിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നെ അറിയാവുന്ന എന്റെ ഫ്രണ്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വാസന മോളിങ്ങനെ ഇത് പഠിക്കുന്നുണ്ടല്ലോ, എന്താ ഏതാണ് ലാപ്ടോപ്പിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിലൂടെ ഇത് ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു കാര്യത്തിലും എനിക്ക് ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എനിക്കിപ്പോ അക്കൗണ്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്റെ ഇതിൽ മുഴുവൻ ശൂന്യമായിരിക്കാം. പക്ഷെ എന്ത് ആവശ്യമാണോ ആവശ്യങ്ങൾക്കെല്ലാം മതിയായവനെ, അവൻ വലിയവനാകുന്ന കർത്താവിനെ, നല്ലവനെന്ന് ഓരോരോ വിഷയങ്ങളിലും രുചിച്ചറിവാനായിട്ട് ഇടയായി തീർന്നത് കൊണ്ട് ഒരിക്കലും ഞാൻ ഒത്തിരി മരണത്തിന് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ എല്ലാം പറയാൻ സമയങ്ങളില്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും പറയാൻ സമയമില്ലെങ്കിലും ഞാൻ പറയാൻ ഒരിക്കലും ഞാൻ മലപ്പുറത്തൊരു ചർച്ചിൽ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞാൻ വേറെ ദേവാസമാണ്, ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് ഇങ്ങനെ ചർച്ചിൽ തൊട്ട് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഭയങ്കര പടക്കം പൊളിക്കുന്ന ഒരു ഭയങ്കര സൗണ്ട്, തീജ്വാലയം വന്നു. ഞാൻ അദ്ദേഹത്തെ ഞങ്ങൾ രണ്ടുപേരും ഇടയിൽ കൂടെയാണ് ഇങ്ങനെ പോയിട്ട് തൊട്ട് മുമ്പിൽ ഏകദേശം 10-15 അടി മുമ്പിലായിട്ട് നിൽക്കുന്ന ഒരു തെങ്ങ് നെടുവേ ഇങ്ങനെ പിളർന്നിട്ട് അത് കത്തി കരിഞ്ഞു പോകാനൊക്കെ ഇടയായിരുന്നു. ഇടിമിന്നലുണ്ടായതാ. ജീവിതത്തെ ആദ്യമായിട്ട് തൊട്ട അനുഭവത്തിൽ ഇങ്ങനെ കാണുന്നത്, ഇടിമിന്നൽ പെട്ടെന്ന് പറഞ്ഞത് ഒത്തിരി കാര്യങ്ങളിലൂടെ നടത്തി. പലർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഞാൻ പറയട്ടെ, അത് ഞാൻ ഈ ശുശ്രൂഷ കർത്താവ് ഞാൻ കർത്താവെ ഒത്തിരി ഇങ്ങനെ പ്രവാചകന്മാര് അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എനിക്ക് നൽകണം. അല്ലാതെ അങ്ങനെ ചോദിച്ചു, ദൈവത്തിന്റെ പ്രാർത്ഥന അതിനോട് ചോദിച്ചു. അപ്പൊ കർത്താവ് വന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞത് ഇതാണ്, ലൂക്കോസ് സുവിശേഷം 1:37 വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പദമാണ്. അവൻ എന്ന് വെച്ചാല് ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ. അപ്പൊ ആ വാക്യം എന്നോട് ആമേ പറഞ്ഞിട്ട് എനിക്ക് നൽകിയിട്ട് എന്നോട് പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, നിന്റെ കാര്യങ്ങളെല്ലാം ഈ വാക്യപ്രകാരമായിരിക്കും നിന്റെ ശുശ്രൂഷ നടക്കുക എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പിള്ളേരെ ഞാൻ പറയട്ടെ, ആമേ തുടർന്ന നാളുകളും നിങ്ങൾക്ക് ഈ വാക്കുകൾ ദൈവത്തിന്റെ വചനം, ഞാൻ പറയുന്നതല്ല, എന്നോട് ദൈവം നടത്തിയ, ദൈവം പൂർത്തീകരിച്ച, ദൈവത്തിന്റെ ആത്മാവ് പൂർത്തീകരിച്ച വചനങ്ങളാണ്. പക്ഷെ പറഞ്ഞത് ലൂക്കോസ് സുവിശേഷം 1:30 വാക്യം, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ. കാരണം ലോകം മച്ചി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ ചാർച്ചക്കാരിയാവുന്ന എലിസബത്ത് അവനൊരു കുഞ്ഞിനെ ഗർഭവതിയായിരിക്കുന്നു. ലോകം മുഴുവൻ എന്തു പറഞ്ഞാലും ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നിട്ടും ദൈവത്താൽ സംഭവിച്ചാണ് രണ്ട് വ്യക്തികൾ ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. കർത്താവ് അവർക്ക് സൗഖ്യം നൽകി കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, ഏത് കാര്യവും അസാധ്യമാണെങ്കിലും ദൈവസന്നിധിയില് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നാം ദൈവസന്നിധിയിൽ അതിനു വേണ്ടിയിട്ട് തുനിയാണെങ്കിൽ, ഒന്ന് കാര്യം ഓർക്കുക, തീർച്ചയായിട്ടും നമ്മെ വിളിച്ച് നമ്മെ വേർതിരിച്ച് നാം അവനെ സേവിക്കുവാനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ച നമ്മുടെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവം ഇല്ല. അതിന്റെ അനുഭവത്തിൽ എല്ലാ കാര്യങ്ങളും എന്തു തന്നെയാകട്ടെ. ഇപ്പൊ മെഡിക്കൽ സയൻസിന്റെ മുമ്പിൽ ഞാനിപ്പം വേറെ എന്ത് വിഷയങ്ങൾ ആരെങ്കിലും ഒക്കെ എന്നോട് ഇങ്ങനെ ചില കാര്യങ്ങൾ പക്ഷെ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യമല്ല, നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക. എന്റെ അനുഭവ സാക്ഷ്യമല്ല, കാരണം എന്റെ ഇപ്പൊ തലവലി ഇങ്ങനെ ഒരു പാടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും മാതാവ് ഇങ്ങനെ ഇതുവരെ എന്റെ സാക്ഷ്യം കിടപ്പത്തിൽ പറഞ്ഞ് എന്തോ ഇതായിട്ട് പറഞ്ഞു, ഇങ്ങനെ അവർക്ക് അവരുടെ മോന്റെ ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി പോവാ, സ്കർ ഓപ്പറേഷൻ, ഒരു അപകടം ഉണ്ടായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റിയോട് പറഞ്ഞു, എനിക്ക് ഇതില്ലെങ്കിൽ അതിന്റെ കൈ വന്നിട്ട് ഈ തലയിൽ കൂടി ഓടിച്ചു നോക്കാൻ പറ്റും. കാരണം വെച്ചാൽ കേരളത്തിലെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റോഡ് പണി കഴിഞ്ഞിട്ട് ഈ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ആയതുണ്ട്, അതുപോലെയാണ് ഈ തലയുടെ ഈ അവസ്ഥ. അപ്പൊ ഇതിലൂടെ ഇങ്ങനെ വിരലൊക്കെ ഓടിക്കുമ്പോ ഉള്ളിങ്ങനെ പടക്കാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഏത് നിലയിൽ മെഡിക്കൽ സയൻസ് എന്തു പറഞ്ഞാലും അതിനപ്പുറം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സകല വാതിലും അടഞ്ഞു പോയാലും ഒരു വഴി ഒരുക്കുവാൻ, വാതിൽ ഓർക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എല്ലാം തീർന്നു, കടഭാരമാണ്, ഇനി ഒരു രക്ഷയില്ല. ഒരുപക്ഷെ ദൈവത്തെ വായിക്കുന്നവരെ കടക്കാർ വന്ന് പിടിച്ചുകൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് തോന്നുന്ന സാഹചര്യമാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ അവൻ തീർച്ചയായിട്ടും വിശ്വാസത്തോടുകൂടെ അവനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവസന്നിധി വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, 46 സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും ജാതികളുടെ ഞാൻ ഉന്നതനാകുമെന്ന്. അവന് തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ISI മാർക്കോ അല്ലെങ്കിൽ ISI മാർക്കോ എന്തും ഇതിലും അവന് ഗ്യാരണ്ടി തരാൻ പറ്റും. എനിക്ക് പൂർണ്ണമായിട്ട് ഏത് വിഷയത്തിലാണെങ്കിലും മതിയായവനാണ് കർത്താവ് എന്നുള്ളത്.
ഇതുവരെ ആയിട്ടുള്ള എന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എവിടെയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ അത് വിവരിക്കാനായിട്ട് കാര്യങ്ങളില്ല. പലവിധമായ പ്രയാസങ്ങൾ, പലവിധമാകുന്ന പ്രശ്നങ്ങൾ, പലവിധമാകുന്ന കാര്യങ്ങൾ ആർക്കും കടന്നു വന്ന് അന്വേഷിക്കാൻ പോലും സമയങ്ങൾ കിട്ടാത്തൊരു അത്രയും സിറ്റിയായിട്ട് ഒരു മേഖലയാണ്. അല്ലെങ്കിൽ ആർക്കും നേരമില്ല. ഇന്ന് വീടുകളാണെങ്കിലും പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങൾക്ക് തിരക്കും കാര്യങ്ങളായിട്ട് ആർക്കുമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, യഹോവ നല്ലവനാണ് എന്നത് നാം രുചിച്ച് അറിയുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ആ രുചിയെ നമ്മൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. ആ രുചി നമ്മൾ ഭക്ഷിപ്പാനായിട്ട് ഇടയായിത്തീരും. ആ രുചി നമ്മൾ പാനം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഏത് സാഹചര്യമാകട്ടെ, മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞായിരിക്കാം, അവരെ സാമ്പത്തികമാകുന്ന മേഖലകളിൽ ചിലപ്പോൾ ജപ്തി വരുന്ന അവസ്ഥയായിരിക്കാം, അല്ല മറ്റേത് കാര്യങ്ങളിലും റിക്രൂട്ട്മെന്റിന് വേണ്ടി പോയിട്ട് ചിലപ്പോൾ അതിന് നടക്കുകയില്ല എന്നുള്ള ആ വിശ്വാസത്തോടെയാണ് പോണെങ്കിലും വിളിക്കേണ്ടവന് വിളിച്ച് എനിക്ക് വേണ്ടി സാധ്യമാക്കി തരുമെന്നുള്ള ഉറപ്പോടുകൂടെ ഒന്ന് പോയി നോക്ക്. തീർച്ചയായിട്ടും വഴി തുറക്കും, നിലനിർത്തും. പ്രവർത്തന പ്രസ്ഥാനങ്ങളെ നിർത്തുവാനായിട്ട് ചിലപ്പോൾ കഴിയാതുള്ള സാഹചര്യങ്ങളാണല്ലോ ഭാരതത്തിൽ കടന്നു വരുന്നതെന്ന് ചിലപ്പോൾ എല്ലാവരും ചിന്തിക്കും. എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം അതിന്റെ ഇടയിൽ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. സമയമായോ എന്ന് എനിക്കറിയില്ല. വന്നത് പറയാം, പാസ്റ്ററിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം, സമയമുണ്ട്. തീർച്ചയായിട്ടും 2017 കേരളത്തില് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പൊ ആ സമയങ്ങളിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഒത്തിരി ശുശ്രൂഷയും മറ്റു മേഖലകളിലുള്ള ഒരുപാട് പലരും എന്നെ ഞാൻ പറയാൻ എന്നെ വിളിക്കാനായിട്ട് ഞാൻ അവര് പറഞ്ഞതാണ്, പക്ഷേ ഇനിയൊരു കൂട്ടായ്മ നടത്താനായിട്ട് സാധിക്കത്തില്ല. ഒരു കാത്തിരിപ്പോ അല്ലെങ്കിൽ ഒരു ഉപവാസപ്രാർത്ഥന നടത്താനായിട്ട് കഴിയത്തില്ല. പല പല മേഖലകളിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോരട്ടെ എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് സ്വന്തം ഞാൻ പറഞ്ഞു, ചിത്രത്തിൽ കാണുന്ന ഒരു അനുഭവം, കാരണം എന്റെ ഫേസ്ബുക്കിലേക്ക് കിടക്കുന്ന ഫോട്ടോ കുറച്ചുകൂടി കാണാൻ എന്തോ കൊള്ളാം. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഫോട്ടോയിൽ ഇത് കാണുന്ന പോലെ ഒന്നും അല്ല നോർത്ത് ഇന്ത്യയില്. അത് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലേക്ക് അയച്ചാൽ മാത്രമല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര തിക്ത അനുഭവങ്ങൾ ഉണ്ടാവും. കാരണം ഇവിടെ ഇപ്പോഴാണ് നിയമപരമായ അവസ്ഥകൾ വന്നത്. ഇവിടെ പണ്ടുകൂടെയുള്ള കാര്യങ്ങളാണ്. കാലാവസ്ഥ സാധാരണ അവസ്ഥയിൽ നിൽക്കുവാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ വെള്ളം, ഇവിടുത്തെ ആവുന്ന സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ഒരു കാര്യങ്ങളിലും സാധിച്ചെന്നില്ല. പക്ഷെ അയച്ചുവെങ്കിൽ അയക്കുന്ന ദൈവം വിശ്വസനായതുകൊണ്ട് നിർത്തുവാനായിട്ട് അവൻ ശക്തനായിരിക്കും. ആമേൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ കാണുന്ന പോലെ പറഞ്ഞതാണ്. ഇപ്പൊ എല്ലാരും കൂടി ചേർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലാണ്. സെക്രട്ടറി ഒരു ഭാഗത്തുണ്ട്, അവിടുത്തെ ചർച്ചിലെ പ്രധാന അച്ചായനും കുടുംബം അവരും അവിടെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷെ ഇനിയിപ്പോ ഇതിൽ ഞാൻ പറഞ്ഞു, ഒന്ന് മനസ്സിലാക്കുക, വിളിച്ച ദൈവം വിശ്വാസമാണെന്ന് മനസ്സിലാക്കുക. സ്തോത്രം. കാരണം ഏത് സാഹചര്യം ആയിക്കട്ടെ, കാരണം ദൈവം അറിയാതെ ഒന്നുമല്ല ഇത് നടക്കുന്നത്. വെള്ളപ്പൊക്കം ഏതുണ്ടായാലും എന്തും ഇതാണ്. പക്ഷെ മറ്റൊരു കാര്യം, മോശ പറയുന്നൊരു ഭാഗം ഞാൻ ഓർക്കാറുണ്ട്. മോശ പറഞ്ഞത്, ദൈവമേ എന്നോടുകൂടെ ഇത്രയും ജനമുണ്ടെന്ന് നീ ഓർക്കണമേ. കാരണം ദൈവത്തിന് അറിയത്തില്ലല്ലോ. അപ്പൊ ഇത്രയും ജനം നീ ഓർക്കണമേ. അത് മാത്രമല്ല, ഇവർക്ക് തിന്നാനായിട്ട് ഒരു ദിവസം കൊടുത്താൽ മാത്രം പോരാ, ഇത്രയും പേർക്ക് മാംസം കൊടുക്കാന്ന് പറയണെങ്കിൽ ആ കാട്ടിലെ ആടോ സമുദ്രത്തിലെ മത്സ്യങ്ങൾ ആകാശത്തിലെ പറവുകളോ ഇതൊന്നും മതിയാകത്തില്ല. ദൈവത്തിനോടൊരു ബുദ്ധി ഉപദേശം നടത്തിയ ആളാണ് ആമേഖാലിലെ മോശ. പക്ഷെ ദൈവം തമ്പുരാൻ അവൻ ചെയ്ത പ്രവൃത്തികളോട് വായിക്കുന്നുണ്ട്. ആകാശത്തിലെ പറവയെ എടുത്തില്ല, സമുദ്രത്തിലെ മത്സ്യത്തെ എടുത്തില്ല, ആടിനെ ഒന്നും എടുത്തില്ല. ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടെന്ന് കാട്ടി കൊടുത്തുകൊണ്ട് ആമേഖാലിന് ആവശ്യമായ ഭക്ഷണത്തെ നൽകി. മാംസതാണെന്ന് പറയുമ്പോൾ മാംസം നൽകി. ആമേഖാലിന് ശ്രേഷ്ഠമേറിയ മന്ന നൽകി. തന്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തി. ഞാൻ കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവൻ 136 സംഗീതത്തിന്റെ 16ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തന്റെ ജനത്തെ മരുഭൂമിയിലോട്ട് നടത്തിയവന് എന്നൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. 136 സംഗീതം 16ാമത്തെ വാക്യം. ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തില് ഞാൻ ആരംഭത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞ കാര്യമാണ്, ഭാരതത്തിന്റെ ഒരു മരുഭൂമിയാണ് രാജസ്ഥാന്. മറ്റുള്ള സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒന്നും അല്ലെന്നല്ല പറയുന്നത്. എന്നാല് ഏകദേശം 270ഓളം പേര്, വാക്യങ്ങൾ മറന്നുപോയത് ഒന്ന് നല്ലൊരു ചെറിയ, രണ്ടാമത് എന്റെ നീതിയോ വിശ്വാസം ജീവിക്കും. 270 പേര് ഞാൻ എല്ലാവരെ കുറിച്ച് 270 പേര് എനിക്ക് വാഗ്ദാനം നൽകി. പാസ്റ്റേ ബ്രദറെ ഞാൻ ഒരു വണ്ടി മേടിച്ചു തരാം, ബൈക്ക് മേടിച്ചു തരാം. പക്ഷെ പറഞ്ഞിട്ട് പലർക്കും കാർ വാങ്ങുവാനായിട്ടുള്ള ഒരു പ്രാപ്തിയുള്ളവരാണ്. അത് അവരുടെ കാര്യം എന്ന് പറയട്ടെ. പക്ഷെ ഇത്രയും പേര് 270 പേര് ഞാൻ എന്റെ നേരെ എഴുതി വെച്ചിട്ടുണ്ട്. 270 പേര് പറഞ്ഞിട്ട് അവർക്ക് ഒന്നും തന്നെ ഈ പറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട്
ഈ കഴിഞ്ഞ നാളുകളിലൊന്നും ഇത് സാധിപ്പിച്ചു തരുവാനായിട്ട് കഴിയാതിരുന്നപ്പോൾ ദൈവം എന്നെ കുടുംബമായിട്ട് ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് അയച്ചു. ഇവിടെ ഒരു വ്യക്തികളുടെ ബന്ധത്തില് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു സ്ഥലത്തിന്റെ ഒരു ഇതായിരുന്നു, അത് നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ പിറ്റേ 2 ദിവസങ്ങൾക്ക് ശേഷം അവരൊരു തുക കൊണ്ടുവന്ന് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റേ ഇത് ഇത്രയും തുകയുണ്ട്, ഈ തുക 4 വിഭാഗിച്ച് 4 ദിവസമാർക്ക് കൊടുക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി ലാബാനോട് ഇടപെട്ട എന്നോട് ഇടപെട്ടു, ഇത് മുഴുവൻ കൂടി പാസ്റ്ററിന് കൊടുക്കാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഈ പൈസ കൊണ്ട് തരികയാണ്, പാസ്റ്റർ വണ്ടി മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, മരുഭൂമിയിലൂടെ തന്റെ ജനത്തെ നടത്തിയവനെന്നാണ് 16-ാം വാക്യം 136-ാം സംഖ്യത്തിൽ കാണുന്നത്. പലവിധമായ സാഹചര്യങ്ങളിലും പലവിധമായ കാര്യങ്ങളിലും ആ മേഖല നടത്തുന്നത് ഓർക്കുമ്പോൾ എത്ര തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കർത്താവിന്റെ അങ്ങനെ പറയായിരുന്നു, എന്റെ മോൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂള് ഒരു ക്രിസ്തീയ ഇതിലുള്ള ഒരു സ്കൂളായിരുന്നു. പക്ഷെ അവരത് വിറ്റ് അവര് നാട്ടിലേക്ക് പോകാനിടയായിത്തീർന്നു. അങ്ങനെ ആയപ്പോൾ അതെടുത്തത് മറ്റു മതവിഭാഗക്കാരാണ്. അവരതാവുന്ന പല കാര്യങ്ങളും അവിടെ പഠിപ്പിക്കാൻ, അവരത് പല വിധമായ പൂജാതി കാര്യങ്ങൾ പലതും നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അപ്പൊ അത് മോന് വല്ലാതെ ബുദ്ധിമുട്ട്. കാരണം ടീച്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ടോ മറ്റുള്ള നാമതീയ ക്രിസ്തീയ വിഭാഗത്തിൽ പോലും ഒരൊറ്റ കുഞ്ഞു പോലും, ഒറ്റ ടീച്ചർ, ഒറ്റ ഫാക്കൽറ്റിയിലുള്ള ഒരു വ്യക്തി പോലും ഇല്ല. ഇവ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനിയായിട്ട്. അത് ഒറിജിനലായിട്ട് ഇവൻ ഒരുപാട് ടോർച്ചറിങ് നടത്തി. ഇവൻ എന്ന് ക്ലാസ് കഴിഞ്ഞു അപ്പൊ എനിക്ക് പറ്റുള്ള, എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് പഠിക്കാം, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞാല് 4-ാം ക്ലാസ്സിന്റെ ഇത് റിസൾട്ട് വന്നപ്പോ 94% മാർക്ക് അവൻ പറയാന് എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഇവിടെ മറ്റു ചുറ്റുപാടുള്ള സ്കൂളുകളെല്ലാം തന്നെ അങ്ങനെ ആ ഒരു വിഭാഗത്തിന് അനുഭവത്തോളം ബന്ധത്തിലുള്ളതാണ്. വിഭാഗം ഏതാന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ നിന്നപ്പോൾ പിന്നെയുള്ളൊരു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഒരു സ്കൂളാണ്. പക്ഷെ അവിടെ CBSE സിലബസ് ആണ്. അവിടുത്തെ ഫസ്റ്റ് ഫ്രഷ് ആയിട്ട് തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് കൊടുക്കണം. അവിടുത്തെ ബുക്സ്, യൂണിഫോംസ്, മറ്റുള്ള എല്ലാം കൂടി ആയിട്ട് ഏകദേശം ഒരു 40,000 രൂപീസോളം ഉണ്ടാവാൻ തീരും. ഒരു രക്ഷയില്ല. എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല. കാരണം കൊച്ചങ്ങനെ പോലെ കാര്യം സിറ്റുവേഷൻ എന്താണെങ്കിലും ശരി ഇതാകാൻ പറ്റത്തില്ല. പിന്നെ എനിക്കിങ്ങനെ ആവശ്യമുണ്ടെന്ന് ഞാൻ ആരോടും കൈ നീട്ടുവാനായിട്ട് ഇന്നുവരെ അനുവദിക്കാത്ത ദൈവത്തിന്റെ നാമത്താൽ ഇനിയുള്ള അവസരങ്ങൾ എന്ത് വന്നാലും കൈ നീട്ടുവാനായിട്ട് കഴിയത്തുമില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ഇതിൽ കർത്താവിനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ആക്കി വെച്ചു. ഞാനല്ല, ആ പ്രിൻസിപ്പിൾ, എന്റെ എല്ലാ പ്രിൻസിപ്പിളും അങ്ങനെ ആയിത്തീർന്നു. സ്വന്തം അങ്ങനെ ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം രാത്രി ഏകദേശം ഒരു 9-9:30 ഒരാള് ഓടി വീട്ടിൽ. അദ്ദേഹം പറഞ്ഞു, പക്ഷേ കുറെ ഞാൻ ഫോൺ വിളിച്ചു, പാസ്റ്റർ ഫോൺ എടുത്തില്ല, പാസ്റ്റർ എന്തോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് പാസ്റ്റർ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഹെൽപ്പ്, കാരണം മോന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞു എന്നോട് ദേവാലയം ഇങ്ങനെ ഇടപെട്ടു. അതുകൊണ്ട് ഈ പൈസ എടുത്ത് നോക്കി എന്നെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ നോക്കിയപ്പോഴത്തേക്കും അത് അപ്പോയിന്റ്മെന്റ് ഫസ്റ്റ് കൊടുക്കേണ്ട, ഫ്രഷ് ആയിട്ട് കൊടുക്കേണ്ട, ആ സ്കൂളിൽ കൊടുക്കേണ്ട ആ തുക ഈ കയ്യിൽ തന്ന നോട്ടുകളിലേക്ക് ഉണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞാൻ പറയട്ടെ, ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ആരോടും ഒരു SMS വിട്ടിട്ടോ മെസ്സേജ് വിട്ടിട്ടോ അല്ലെങ്കിൽ ദ്വയാർത്ഥത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒന്നുമല്ല കാര്യങ്ങൾ നടത്തി നൽകുന്നത്. മരുഭൂമിയിലൂടെ തന്റെ ജനത്തെ നടത്തിയെന്ന് വാക്യം കാണാം, പ്രസംഗം കേൾക്കുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പലരും പ്രബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ കുടുംബം ഞങ്ങൾ അവിടെ മരുഭൂമിയിൽ നടത്തുന്ന അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ആ കാര്യങ്ങൾ വന്നു. ഇതിന്റെ സ്കൂളിന്റെ ഡയറക്ടറിൽ പോയി കാണുവാനായിട്ട് അദ്ദേഹം ഒരു അതിന്റെ പുരോഹിതനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭാഷ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. കൊച്ചു അവിടെയാണല്ലോ, ഞങ്ങൾ നേരത്തോടെ പറയാണ് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി കൊച്ചിന് വിടണമെന്ന്. അപ്പൊ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിങ്ങനെയാണ്, അപ്പൊ ഇവിടുത്തെ ഫീസ് എത്രയാണെങ്കിലും എനിക്ക് ഒറ്റ പ്രാവശ്യം തരാനായിട്ട് പറ്റത്തില്ല, ചിലപ്പോ ടൈംസ് എടുക്കുമെന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അതിന് ഞങ്ങൾ ഫീസ് ചോദിച്ചില്ല. അത് കഴിഞ്ഞിട്ട് മേഘന്റെ വലിയൊരു എമൗണ്ട്, ഇപ്പൊ ഏകദേശം 20,000 രൂപയാണ് ഫസ്റ്റ് എങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് 15 രൂപയോളം കുറച്ച് തന്നിട്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഇത് കൊടുക്കണം, അത് കൊടുക്കാനായിട്ട് ഒറ്റ ഇതിൽ കൊടുക്കാനായിട്ട് ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കഴിഞ്ഞ രാത്രി തന്നേക്കണ പൈസയായിട്ട് ചെന്നതുകൊണ്ട് അത് കൈയോട് കൊടുക്കാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. ഞാൻ പറഞ്ഞു വന്നത്, യഹോവ നല്ലവൻ എന്നുള്ള അനുഭവത്തിൽ ഒത്തിരി സാഹചര്യങ്ങളിലൂടെ അവൻ അനുഭവിച്ചറിയാം ജീവിതത്തിൽ പല കാര്യങ്ങളും. ഞാനൊരു കാര്യം മറ്റൊന്ന് പറയട്ടെ, അതും നിങ്ങൾ കേൾക്കുന്നവർക്കും ഇനി കേൾക്കാൻ പോകുന്നവർക്കും കർത്താവിന്റെ, കാരണം ഒരു പ്രസന്റ് ഇപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്നതിൽ പലരും അനുഭവിക്കുന്നുണ്ടാകാം, അനുഭവിക്കട്ടെ, ഇനിയാണെങ്കിൽ അനുഭവിക്കട്ടെ. ദൈവത്തിന് അതിനോട് സ്വന്തം. ഈ മുറിയിൽ ഞാൻ
ഞങ്ങൾ രണ്ട് മുറിയാണ്, വാടകയാണ് 2 മുറി. അപ്പൊ ഈ മുറിയിൽ ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പൊ അതിന് മുമ്പുള്ള കാര്യം പറയാം. എന്റെ കാലിൽ നീര് വന്നു, കാലുകൾക്ക് നീര് വന്നു. അപ്പൊ ഇവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി കുറവാണ്, ഒരു ഗവൺമെന്റ് ഹെൽത്ത് സെന്റർ മാത്രമേ ഉള്ളൂ. അവിടെ 1-2 ഡോക്ടേഴ്സ് വരും. അങ്ങനെ ഒരു ഇതിലാണ്, വില്ലേജ് ടൈപ്പ് ഒരു ഇതാണ്. പിന്നെ ഉള്ളത് ഇവിടെയുള്ള അറ്റോമിക് പവർ പ്ലാന്റ്, ഞാൻ പറഞ്ഞ ആണവ ഊർജ്ജ ഉത്പാദന കേന്ദ്രത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ഇവിടെ ഉള്ളവർക്ക് ആർക്കും, അവിടുത്തെ സ്റ്റാഫ് അല്ലാത്ത ആർക്കും ഒരു ട്രീറ്റ്മെന്റ് അവിടെ നിന്ന് കൊടുക്കത്തില്ല. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പോയി കാണണമെങ്കിൽ ഡോക്ടറെ കാണാം, അതും അദ്ദേഹം സമയത്തിനനുസരിച്ച്, അല്ലാതെ വേറെ നിങ്ങളുടെ അദ്ദേഹം ടെസ്റ്റ് ചെയ്യും, ഓക്കെ, പക്ഷെ മെഡിസിൻ ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഈ കാല രീതികളുമായിട്ട് ഞാൻ ഹെൽത്ത് ഇതിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഏറ്റവും പറഞ്ഞിട്ടുണ്ടാവുന്ന അതിന്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടറെ കണ്ടു. അപ്പൊ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ക്രിയേറ്റിൻ അളവ് കൂടുതലാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കിഡ്നി സംബന്ധമായിട്ട് പ്രയാസമുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പറ്റത്തില്ല, നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ കേട്ട, ഞാൻ സിൻസിയർ ആയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ തകരത്തില്ല. കാരണം 7ാം നിലയിൽ നിന്ന് വീണ ഒരു 50,000 രൂപ കടം ഉണ്ടായപ്പോൾ 50,000 രൂപ കടത്തിന് ഭാരപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് 5,000 രൂപ കടം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയപ്പെടുന്നില്ല. കാരണം 50,000 രൂപ നടത്തിയതാണല്ലോ. സ്തോത്രം. 7ാം നിലയുടെ മുകളിൽ നിന്ന് വീണിട്ട് ജീവിച്ചാണ് പിന്നെ ഇതൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ദൈവസന്നിധി ഞാൻ പറയാം സിൻസിയറായിട്ട്. അങ്ങനെ വേറെ ഒരു വ്യക്തിയിലൂടെ ഈ മറ്റേ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഒരു പ്രഗത്ഭനായ ഡോക്ടർ, അദ്ദേഹം എന്ത് കാര്യം ചികിത്സിച്ചാലും അങ്ങനെ നല്ലൊരു ഇതായിട്ടുള്ള ഡോക്ടർ, അറിയപ്പെടുന്ന ഡോക്ടർ. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് കണ്ടു. അപ്പൊ അദ്ദേഹം നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളുടെ കാലിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്യാതെ പറഞ്ഞു, നിങ്ങളുടെ ഒരു കിഡ്നിക്ക് സാരമായ അത് പ്രവർത്തന ഇതിൽ നിൽക്കുകയാണ്, പക്ഷെ മറ്റൊരു എണ്ണത്തിലും അത് ബാധിക്കാനായിട്ടുള്ളതുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കോട്ടയം സിറ്റിയിലുള്ള ഇന്ന ഡോക്ടറെ പോയി കാണാം. അപ്പൊ അദ്ദേഹത്തിന് പ്രൈവറ്റ് ആയിട്ട് കാണുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം പറയാനായിരുന്നു. അപ്പൊ ഇത് ഈ രണ്ടാമത്തെ ഒരാളോട് പറഞ്ഞ ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ സ്പെഷ്യലൈസ് ആയില്ല, എങ്കിലും ഡോക്ടറാണ്. അപ്പൊ നല്ല പ്രാക്ടിക്കൽ ഡോക്ടേഴ്സ് ആണ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡോക്ടർ പറഞ്ഞു കിഡ്നിക്ക് തകരാറുണ്ട്, മറ്റേ സെൻട്രൽ ഗവൺമെന്റ് ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നി പോയി മറ്റേ കിഡ്നിയിലേക്ക് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തകരും, ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ തകർന്നില്ല എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും, അന്നും പറയാൻ പറ്റും. ഞാൻ എപ്പോഴേക്കും മുറിയിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ കർത്താവിന്റെ കർത്താവ് 2 സംസ്ഥാന സർക്കാരിന്റെ ആശുപത്രിയിലും കേന്ദ്ര സർക്കാരിന്റെ ആശുപത്രിയിലും 2 പ്രഗത്ഭരായി ഇവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന തെളിവാണ് എന്റെ 2 കിഡ്നിക്ക് തകരാറുണ്ടാവുന്നുണ്ട്. കാലിങ്ങനെ നീ വെച്ചോ, അല്ലാത്ത പ്രയാസമാണ്, കൈയൊന്നും മറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളായിരിക്കാം. ഞാൻ അങ്ങനെ സന്നിധിയിൽ ഈ വിഷയമായിട്ട് വരെ എനിക്കൊരു ഉത്തരം നൽകണം. സ്തോത്രം. 2 ദിവസം പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസം ദേവാത്മാവിനോട് പറഞ്ഞു, വേർപെട്ട് 2-3 ദിവസം എനിക്ക് എന്റെ സന്നിധി പ്രാർത്ഥിക്കുക എന്നൊരു ആലോചന എനിക്ക് ഉള്ളിൽ ലഭിക്കാനായിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. 2 ദിവസം ഞാൻ ഉപവാസമായിട്ടിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സംഭവിച്ച കാര്യങ്ങളാവുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മളിപ്പോ ഒരു സഭായോഗത്തിലല്ല, ഒരു കൂട്ടായ്മയിലെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുക. അങ്ങനെ 3ാമത്തെ ദിവസം പ്രഭാതത്തിന് മുമ്പിൽ രാത്രി സമയത്ത്, 2ാമത്തെ ദിവസം രാത്രി ഏകദേശം ഒരു 12 മണിയായ സമയത്ത് ഞാനിവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് ഈ മുറിയിൽ ഒരു മൂലക്കിരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ശക്തമായി ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് അന്യഭാഷകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവം എന്റെ ശരീരത്തിൽ ഉണ്ടാകാനിടയായിത്തീർന്നു. സ്തോത്രം. അപ്പൊ ആ ഷോക്ക് അടിക്കുന്നത് വല്ലാത്തൊരു ഭയങ്കര സ്പർശനം, ഒരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്താണ് പോയി ഇടയായിത്തീർന്നു. അതിന്റെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാം പറഞ്ഞ നിർദ്ദേശപ്രകാരം പോകേണ്ടതുള്ളതുകൊണ്ട് ഈ പറഞ്ഞ കോട്ടയിലുള്ള ഏഷ്യയിലൊക്കെ അറിയപ്പെടുന്ന ന്യൂറോളജി ഡോക്ടർ, കിഡ്നി സംബന്ധമായ അറിയപ്പെടുന്ന ഡോക്ടർ, അദ്ദേഹത്തിൽ നിന്ന് കാണാനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് പോകണം. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ഇവിടുത്തെ 2 പേര് സർട്ടിഫിക്കറ്റ്, ഇവിടുത്തെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് അങ്ങനെ എല്ലാ കാര്യവും ഞാനും എന്റെ ഇവിടെ ചർച്ചിന് ഉണ്ടായ തെറ്റില്ലായിരുന്നു സഹോദരമായിട്ട് ഞങ്ങൾ പോയി. അവിടെ ചെന്നു. അപ്പൊ അദ്ദേഹത്തെ കാണിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ സ്കാനിങ്ങിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. അപ്പൊ സ്കാനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ടായിട്ട് വരുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ ആ ഡോക്ടറിനെ ഇങ്ങനെ ന്യൂറോളജി ഏഷ്യയിൽ അറിയപ്പെടുന്ന ഡോക്ടർ, അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കി. അപ്പൊ നോക്കിയപ്പോ എനിക്ക് തോന്നി മിക്കവാറും ഇവർ 2 പേരും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയാണല്ലോ. ആ അനുഭവത്തിൽ നോക്കി എന്താ മറുപടി കിട്ടാന്ന് അറിയാൻ, എന്താണെങ്കിലും കിട്ടുമല്ലോ മറുപടി. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഫാദർ നിങ്ങൾക്ക് അപ്പൊ ആരാ പറഞ്ഞു നിങ്ങൾക്ക് കിഡ്നിക്ക് തകരാറുണ്ടെന്ന്? ഞാൻ പറഞ്ഞു, സാറേ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡോക്ടർ പറഞ്ഞ പേപ്പറാണിത്. അവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് ഈ പറയുന്ന പ്ലാന്റിന്റെ വലിയ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ പറഞ്ഞ ചീട്ടാണിത്. അത് ഇത് പറയുന്ന പ്രകാരം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഏതൊക്കെ മെഡിസിൻ കഴിച്ചു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ മെഡിസിനൊക്കെ കളയാം,
ഈ മെഡിസിനൊക്കെ കളഞ്ഞേക്കുക. ഈ സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ ഡോക്ടേഴ്സ് പറഞ്ഞ പ്രകാരം നിങ്ങൾ ഒരിക്കലും മനസ്സിലൊരു ഹൃദയത്തിലൊരു ചിന്തയിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു കാര്യം ഇതാണ് അത് മുഴുവൻ ത്രോ ഔട്ട് ടു വേസ്റ്റ് ഡബ. എന്നിട്ട് നിങ്ങൾ ഇത് കേൾക്കുക. ഈ സ്കാൻ ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങളുടെ 2 കിഡ്നിക്ക് യാതൊരു തകരാറുമില്ല. ഒരൊറ്റ സമയം കൊണ്ട് ഒരു ശക്തി പുറപ്പെട്ടപ്പോ 2 കിഡ്നി ശരിയായി. ഞാൻ അത്ര വിശ്വസിക്കുന്നുള്ളൂ. അഥവാ കുറവുണ്ടായിരിക്കും, കുഴപ്പമുണ്ടായിരുന്നിരിക്കാം. എന്നാൽ കർത്താവ് അത്ഭുതകരമായ പ്രവൃത്തിയുടെ ഈ മുറിയിൽ വെച്ച് അത് നടത്തിയപ്പോൾ ഞാനത് പറയാതിരിക്കാനായിട്ട് കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഇനിയും. എങ്കിലും ഞാനത് പറയുകയാണ്. ആമേൻ. 2 സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആവുന്ന ഡോക്ടർ പറഞ്ഞതിനെയും സെൻട്രൽ ഗവൺമെന്റ് ആവുന്ന ഡോക്ടർ പറഞ്ഞതിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇരുന്നപ്പോൾ ഒരു നിമിഷം ഒരു ശക്തി പുറപ്പെട്ട് അത് ഞാൻ ഇങ്ങനെ കാണുമ്പോൾ തറയിലൂടെ ഇങ്ങനെ തീയായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ. ഞാൻ അപ്പുറത്ത് ചെന്നിട്ട് വൈഫിനോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. ആമേൻ. എങ്കിലും അത് എന്റെ ശരീരത്തിലാണല്ലോ ആമേൻ അനുഭവപ്പെട്ടത്. 2-3 ദിവസങ്ങൾക്ക് ശേഷം അവിടെ ചെന്ന് പരിശോധന ഡോക്ടർ പറഞ്ഞു നിങ്ങളോട് ആരാ പറഞ്ഞു നിങ്ങളുടെ കിഡ്നിക്ക് തകരാണെന്ന്. ഞാൻ പറഞ്ഞു സാറിന്റെ സർട്ടിഫിക്കറ്റ് 2 ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡോക്ടറെയാണ്, ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് ഡോക്ടറെയാണ്. എനിക്കറിയത്തില്ല മെഡിക്കൽ സയൻസ്. അവര് പറഞ്ഞതാണ്. അപ്പൊ അവര് പറഞ്ഞ ആ ഗുളികകളൊന്നും ഇനി കഴിക്കണ്ട, അതല്ല കച്ചറാമിന്റെ വേസ്റ്റ് ആയിട്ട് പറഞ്ഞതില് അതിനെ കുറിച്ച് നിങ്ങൾ ഇനി ഒരിക്കലും പോകാണ്ട് ഒരിക്കലും അറിയാകണ്ട എന്ന് പറയാനിടയായി തോന്നുന്നു. ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളിലും സാമ്പത്തികപരമാകുന്ന പല കാര്യങ്ങളിലും ഒരുപക്ഷെ കണ്ടില്ല 365 ദിവസം കിട്ടിയ 365 ദിവസവും പറഞ്ഞു തീരാത്ത ആ മേഖല ഒത്തിരി അനുഭവങ്ങളിലൂടെ കർത്താവ് അനുദിനം നടത്തുന്നുണ്ട്. ഏത് കാര്യമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും എന്ത് സാഹചര്യങ്ങളാണെങ്കിലും പലതും തീർന്ന സമയങ്ങൾ ഇവിടെയുണ്ട്. പലതും തീർന്നത് തീർന്ന സമയത്ത് ഹല്ലേലൂയ അത് തീർന്ന് ഇനിയിപ്പം എന്ത് ചെയ്യും കാരണം അറിയത്തില്ല. കാരണം ഒരു അസുഖസേഖരൻ അങ്ങനെ ആ ഒരു പ്രിൻസിപ്പിളിൽ നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ഒരാളോടും ചിലപ്പോൾ പറയാൻ ആരെങ്കിലും പറ്റുമായിരിക്കാം ഒരു കിലോ അരിയെങ്കിലും അല്ലെങ്കിൽ 1 കിലോ പഞ്ചസാരയെങ്കിലും എന്ന് അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. കാരണം ഇപ്പം ഏറ്റവും പ്രഗത്ഭമാകുന്ന ഏറ്റവും വലിയ ഒരു കമ്പനിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരാവുന്ന നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുകയാണെങ്കിൽ പിന്നെ അവിടെ നിർത്തി പോരുക. അതാണല്ലോ പൊതുവെ. കാരണം വെച്ചാൽ നമുക്ക് മറ്റുള്ള ഓപ്ഷൻസ് മറ്റു പല സ്ഥലങ്ങളുണ്ട്. അതിന് നമുക്ക് വേണ്ടുന്ന സാലറി കിട്ടാൻ നല്ല അക്കോമഡേഷൻ കിട്ടാൻ നമ്മുടെ പിള്ളേരെ കയറി അതിനെ പറ്റുന്ന പല കാര്യങ്ങളും ആ കമ്പനി ഇപ്പൊ അദാനിന്റെ ആയിക്കോട്ടെ റിലയൻസ് ആയിക്കോട്ടെ അത് അവോയ്ഡ് ചെയ്ത് മറ്റു കമ്പനിയിലേക്ക് ടാറ്റയുടെ കമ്പനിയിലേക്ക് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ കർത്താവിന് വേണ്ടിക്കൊണ്ട് കർത്താവ് എന്നെ അയച്ചു, കർത്താവ് എനിക്ക് ജീവൻ നൽകി എന്റെ കാര്യങ്ങളെല്ലാം നടത്തി ഇത്രത്തോളം ആക്കി തീർത്തിട്ട് ഒരു 1, 2, 3 ദിവസമൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് മറ്റുള്ള അവസ്ഥകള് പല ശാരീരിക ക്ലേശങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോ ഞാനിത് മറ്റൊരാൾ പറയണത് എനിക്കിത് പൈസ വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നത് മതിയാകാത്തതുകൊണ്ടും അതുകൊണ്ട് തൃപ്തനാകാത്തതുകൊണ്ടും ആണല്ലോ ഞാൻ മറ്റു ആളോട് ഇതിനെ കുറിച്ച് യാചിക്കുന്നത്. ഇന്ന് വരെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടും ചിലപ്പോൾ ഇന്ന് നടക്കാതെ നാളെ നടക്കാതെ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞ ഇനി ആശുപത്രി വിഷയം കാലിന് നീർപ്രയാസം വന്നപ്പോ 3 ദിവസം എന്ന് പറയുകയാണെങ്കിൽ ആ 3 ദിവസം ദിവസത്തിന്റെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നത്തെ 3 ദിവസം കഴിയുമ്പോഴാണ് ന്യൂറോളജി ഡോക്ടറെ കാണുന്നത്. അതിന്റെ വ്യക്തമായ അനുഭവം കിട്ടുവാൻ പല കാര്യങ്ങളിലും അത്ഭുതകരമായിട്ട് നടത്തുമ്പോഴെല്ലാം എന്നോട് ആ രാജ്യലോകത്തിലെ 1-2 പേര് എന്നോട് ചോദ്യം. പക്ഷെ അന്ന് 93 നവംബർ 21 4:45 യഹോവ നല്ലതെന്ന് ചോദിച്ചാൽ ശരണപ്പെടുന്ന നിമിഷം ഭാഗ്യമായിരുന്ന വാക്യം നന്നായി. അമ്മ പുതിയ വല്ല മീനും പുതിയ വല്ല അവസ്ഥകളിലേക്ക് കൂടെയല്ല വേണ്ടത്. ഈ പഴയത് തന്നെ പിടിച്ചോണ്ട് ഞാൻ എന്റെ പൊന്ന ദേവാസനെ 12 അടി വെച്ച് 7 നിലയിലുള്ള മുകളിൽ നിന്ന് താഴത്തേക്ക് വീണപ്പോ അമ്മ അവിടെ നെറോഫ്ലെക്സിന്റെ മെത്തയല്ലായിരുന്നു, ഒരു ഹോളോബ്രിക്സിന്റെ മേളിലേക്ക് തലകുത്തി വീണത്. ഈ ബോൾ തെറിച്ചുപോയി. എന്നിട്ട് ഇതെല്ലാം കൂടി കഴിച്ച് തിരിച്ചപ്പോ അന്ന് കേട്ട വാക്കാണ് യഹോവ നല്ലതെന്ന് ചോദിച്ചറിയാൻ. അന്നോട്ടേ രുചിച്ചുകൊണ്ടിരിക്കാം, അന്ന് ഇന്ന് വരെ രുചിച്ചുകൊണ്ടിരിക്കുക. ആ രുചിക്കിടയിൽ മറ്റു വാഗ്ദത്തം തന്നാണ് എന്റെ നീതിവാൻ വിശ്വാസം ജീവിക്കുന്നത്. തീർച്ചയായും ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടായി പലരോട് ചോദിച്ചിട്ടുണ്ട് ഭാഷ എങ്ങനെ കഴിഞ്ഞു പോകണം. കാരണം ഇവിടെ 52ഓളം ഫാമിലി ഉണ്ടായിരുന്ന ചർച്ചാണത്. അതിൽ പല വിധമാകുന്ന കുറവുകളും ഉണ്ടായി, പല വിധമാകുന്ന പ്രയാസങ്ങൾ. ഇപ്പൊ ചുറ്റുപാടും പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കോ രാജ്യത്തിന്റെ വേറെ നിയമപ്രകാരം ഈ സംസ്ഥാനത്തിന് മതഭേദഗതി ബില്ല് പാസ്സാക്കപ്പെട്ടിരിക്കുക. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു, മറ്റു ഭാഗത്ത് അതികഠിനമായ ചൂട്, പല ബുദ്ധിമുട്ടുകൾ. ഇതെല്ലാം ആയിട്ടും
ആ മേഖല സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്ന ക്ഷീണം എന്തെങ്കിലും വരുന്ന സമയത്ത് ചെല്ലുക, കുറച്ച് രുചിക്കുക. ആമേ നടക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, ഏത് സമയത്ത് 24 മണിക്കൂർ രുചിക്കുവാനായിട്ടുള്ള ഒരു ആമേ തേൻകട്ടേക്കാളും മാധുര്യമേറിയ ഒരു ഇത്. മറ്റു കാര്യം ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് എന്റെ അനുഭവത്തിൽ എന്ന് പറയാം, എന്റെ അവസ്ഥ എന്ന് പറയാം, എന്റെ ആ ഒരു ഞാൻ ഫോളോ ചെയ്യുന്നിട്ട് പറയാം. 33,173 വാക്യമുണ്ട് ഈ പുസ്തകത്തിൽ നിന്നാണ് പറയുന്നത്. ബൈബിൾ 66 പുസ്തകത്തിൽ 33,173 വാക്യമുണ്ടെന്ന് പറയണേ. ഈ 66 പുസ്തകത്തിലും എന്ത് വിഷയമുണ്ടായാലും നിങ്ങളൊന്ന് പരിധി നോക്ക്, പരിശോധിച്ച് നോക്ക്, കൃത്യമായിട്ട് ഇതിനകത്ത് ഉത്തരം ഉണ്ടായിരിക്കും. സ്തോത്രം. ഒരു മാറ്റമില്ല. ഏത് സാഹചര്യമാണെങ്കിലും ശരി, അതിന് കൃത്യമായ ഒരു ഉത്തരം ഇതിൽ കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ നാള് കടന്നുപോയിട്ടുള്ള ഭക്തന്മാരുടെ അവസ്ഥയിലായിരിക്കാം, ചിലപ്പോൾ അവര് പതിനെ സമയങ്ങളായിരിക്കാം, പതിന് പോയ സമയങ്ങളുണ്ടായിട്ട് പിന്നീട് അതിന് ഒരു ഉത്തരം ഉണ്ടായിട്ടുണ്ട്. ലോകം മുഴുവനും മച്ചി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന എലിസബത്തിന് ഇത് 6-ാം മാസമാണെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. എന്ത് വിഷയമാകട്ടെ പ്രിയപ്പെട്ടവരെ, ആമേ ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് കടന്നു ചെല്ലാം. അഥവാ പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ട വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. വേണ്ട, ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്ന, ഹൃദയത്തിൽ നിന്ന് പോകുന്ന ദീർഘ വിശ്വാസങ്ങൾക്ക് ഭക്തന് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. കൃത്യമായിട്ടും ഉത്തരം നൽകിയിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ടൈമില് കിട്ടണമെന്നില്ല, പക്ഷെ നൽകുന്നത് ഉത്തരം ദൈവ സന്നിധാനങ്ങളിൽ ഒറ്റ വാക്ക് പറഞ്ഞ ആമേ മേത്തരമായ ഗോതമ്പ് കൊണ്ടായിരിക്കാം പോഷിപ്പിക്കുന്നത്. ഒരു മാറ്റവുമില്ല. കാരണം ഏത് സാഹചര്യമാണെങ്കിലും, ഇനി ആമേ തകർക്കുവാനായിട്ട് ശത്രു കടന്നു വരിക്കുന്ന അവസ്ഥയാണെങ്കിലും, കർത്താവേ നീ എനിക്ക് തുണ എന്ന് പറഞ്ഞ് ആശ്രയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കടന്നു വരുന്ന ശത്രു ചിലപ്പോൾ പിന്നെ പറയുന്നത് ആമേൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നായിരിക്കും. അനുഭവം കൊണ്ട് പറയുക. ആമേൻ ഒരിക്കല് ഞാൻ ഒരു ട്രെയിനകത്ത് ഞാൻ ആദ്യമായിട്ട് എന്നെ ഒരു ദേവാസൻ ആമേൻ ഇവിടെ ഡൽഹിയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് തിരിച്ച് ഡൽഹിയിൽ ചില മീറ്റിങ്ങുകൾ നടന്ന സമയത്ത് എനിക്ക് സമയം തന്നു. ആ സമയത്ത് ഒരു പകല് കുറച്ച് സമയം തന്നു. അവിടെ 21 ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു. അന്ന് 18-ാം ദിവസമായിരുന്നു. അങ്ങനെ സമയം തന്നു. ആ പകല് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ സാക്ഷി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കൂടിയെന്നെല്ലാം പറഞ്ഞ് രാത്രി കുറെ ഡ്യൂട്ടിക്ക് പോയേക്കണം. എല്ലാവരും നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും പറഞ്ഞു. അപ്പൊ ചർച്ചിന്റെ മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞു, പാസ്റ്റർ രാത്രി ഈ പാസ്റ്റർ കൂടെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ടിക്കറ്റ് മേടിച്ച് കൊണ്ടുവന്ന ദേവാസിന് എന്തോ ഒരു പ്രയാസം അതിന്റെ അവസരം ഉണ്ടായി. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ആ നിലയിൽ അദ്ദേഹം ആമേൻ പിന്നീട് വല്ലാത്ത സംസാരത്തിന്റെ രീതികളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒത്തിരി പ്രയാസങ്ങൾ വരുത്തി. അതൊന്നും അല്ല വിഷയം. കാരണം അദ്ദേഹത്തിന്റെ ആത്മാവും എന്റെ ആത്മാവും എന്നെ നടത്താൻ ആത്മാവ് കേട്ടെ എന്തെങ്കിലും എന്തുമായിട്ട്. കാരണം പത്രോസപ്പോസിനും പൗലോസപ്പോസിനും തമ്മിൽ വാഗ്വാദം ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ കേട്ടെ. പക്ഷെ ഒരു ദിവസം ഞങ്ങള് യാത്ര ചെയ്യുന്ന കേരളത്തിലേക്ക് മടങ്ങിപ്പോരിക. കറക്റ്റ് 12 മണിയാകുമ്പോ ഒരു സ്റ്റേഷൻ എത്തുക. ആ സ്റ്റേഷൻ എത്തിയപ്പോഴേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ഇറങ്ങുക, എനിക്കിവിടെ ഇറങ്ങണം, എനിക്കൊരാളെ കാണാൻ വേണ്ടി പോകണം. ഇനിയിപ്പോ തുടർന്നുള്ള യാത്ര നിങ്ങള് ഒരു ഒറ്റയ്ക്കായിരിക്കും, കുഴപ്പമൊന്നുമില്ല, യാത്ര ചെയ്തോന്നു. അദ്ദേഹം അവിടെ ഇറങ്ങിപ്പോയി. ഓർക്കണം, റെയിൽവേയുടെ ടിക്കറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. കാരണം അദ്ദേഹം സ്റ്റേഷൻ ചെക്കിങ് എല്ലാം അദ്ദേഹമാണ്. അത് സ്വാഭാവികമായിട്ടാണല്ലോ. എന്റെ ടിക്കറ്റ് ഇല്ല. രാത്രി 12 മണി. ആ സ്റ്റേഷൻ കഴിഞ്ഞു. മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാല് കടന്നു പോവുക. അവിടുന്ന് ജിആർ കയറി. കുറെ സമയത്തിന് ശേഷം ജിആർ വന്നു. ഒരു തമിഴ് അദ്ദേഹം വരുന്നു. അദ്ദേഹം കയറി വന്നു. അദ്ദേഹം കയറി വന്നിട്ട് ചോദിച്ചു, ടിക്കറ്റ് എവിടെ? നമ്മൾ സാറ് എനിക്ക് തമിഴ് അറിയാവുന്നതാണ്. നമ്മൾ സാർ ഇങ്ങനെയാണ് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല. ടിക്കറ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. അടുത്ത 2 സ്റ്റേഷൻ കഴിഞ്ഞിട്ട് സ്ഥലത്ത് വണ്ടി നിർത്തും. അവിടെ നിങ്ങൾ ലോക്കൽ ടിക്കറ്റ് എടുക്കുക, എടുത്തിട്ട് എന്നെ കാണിക്കാൻ. എന്നിട്ട് ഞാൻ പിന്നെ ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ളു. ഞാൻ നോക്കിയതാണ്. അദ്ദേഹം പറഞ്ഞ ഇപ്പൊ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ തേർഡ് എസില് അവർക്കുള്ള ജിആറിനുള്ള ക്യാബിനിൽ ഒരു അദ്ദേഹത്തിന്റെ സീറ്റിന്റെ അടുത്ത് അവിടെ കൂടി ഇരുത്തി. ഇത് കഴിഞ്ഞ് അദ്ദേഹം പോയി പിന്നെ കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ തിരിച്ചു വന്നു. അപ്പൊ ഈ പറഞ്ഞ സ്ഥലത്തൊന്നും ഭയങ്കര മഴ. എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, സാറ് ഞാൻ ഇറങ്ങിയാൽ ഇതിപ്പോ 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്, അപ്പുറത്ത് പോയി ടിക്കറ്റ് എടുത്ത് വരുമ്പോഴത്തേക്ക് വണ്ടി പോകാതാണ്. ഞാൻ പോയില്ല, എനിക്ക് പോകാൻ പറ്റിയിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, നിങ്ങളൊരു പാസ്റ്റല്ലേ, നിങ്ങള് ടിക്കറ്റ് എടുക്കണ്ട, എനിക്കൊരു ഉപകാരം ചെയ്താൽ മതി. ഞാൻ ഉപകാരം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ മോള് റിബേക്ക. അപ്പൊ അവൾക്ക് ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൾക്ക് ചുഴലി, കാക്കോരിപ്പ്, തമിഴ് കാക്കോരിപ്പ്, അപസ്മാരം, ചുഴലി. അപ്പൊ അതിന്റെ പ്രയാസം ഭയങ്കരമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ കുറച്ചു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാത്ത ബുദ്ധിമുട്ട്, ഒന്ന് പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കാൻ പറ്റും. എന്നിട്ട് പുള്ളി അതിന്റെ ഫോട്ടോ കാണിച്ചു. അപ്പൊ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന 2 ഫോട്ടോ കാണിച്ചിട്ട് ഇതിന് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു.
ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോ ഏകദേശം 3 മണിയായിരുന്നു. ആ സമയത്ത് വീണ്ടും അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഫോൺ വന്നു. കണ്ടു പറഞ്ഞ ആ കൊച്ചു പെട്ടെന്ന് ഉറങ്ങി, ശാന്തമായിട്ട് ഉറങ്ങി. അങ്ങനെ ഉറങ്ങി ഇതാകത്താണ്, പക്ഷെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത് ഉറങ്ങിയിട്ട് അവള് എഴുന്നേറ്റ് ചോദിച്ചു, അമ്മ എനിക്ക് കാപ്പി ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അപ്പൊ എന്ന് വേണ്ട പുള്ളിക്കാരൻ അവര് പറഞ്ഞു അങ്ങനെ തമിഴാണ്, അപ്പൊ എങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്ന അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ അവര് എന്നോട് അദ്ദേഹത്തെ ചീറ്റാണോളൂ. അപ്പൊ അദ്ദേഹം എന്നെ ഇങ്ങനെ സൂക്ഷിച്ചോളാം, അടുത്തടുത്ത് നിന്ന് ടിക്കറ്റ് എടുക്കാനായിരിക്കും അറിയില്ല. അപ്പൊ അദ്ദേഹം എന്നെ ഇങ്ങനെ കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കാം. ഞാനിങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ആളല്ല. നിങ്ങള് ട്രെയിനിൽ വന്നതിന് മുമ്പേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ദൈവാത്മാവ് പറഞ്ഞു ഒരാള് വരും ഇങ്ങനെ ഇതായിട്ട്, അയാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത് അത് ദൈവത്തിന്റെ സമയമായിരുന്നു. എന്റെ മോൾക്ക് അവിടെ വലിയൊരു ആശ്വാസം ഉണ്ടായി. നിങ്ങൾക്ക് എപ്പോഴും വീട്ടിലേക്ക് വരാൻ പറ്റാന്ന് ചോദിച്ചാൽ സാറേ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇതിൽ പോകുന്ന എന്തിനാണ് സാറിന് ഫോൺ നമ്പർ തന്നത്, പിന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ വരാം വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സേലത്താണ് പേര്, വീട് ഡേവിഡ് എന്നാണ് അതിന്റെ പേര്. അപ്പം അങ്ങനെ പറഞ്ഞ് ആ നിലയിൽ പോയി. ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്ഥലത്തും അഥവാ ടിക്കറ്റിലായിരുന്നു നിയമപരമായിട്ട് ഞാൻ പല കാര്യങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നാണ്. അപ്പൊ കൂടെ ഉള്ളവർ തള്ളിക്കളഞ്ഞാലും, പറഞ്ഞു വന്നത് കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ഓർക്കുക, കൂടെയുള്ളവർ ആരാണെങ്കിലും തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിക്കാത്ത ഒരുവൻ. എബ്രായരുടെ 13-ാം 5-ാമത്തെ വാക്യം വായിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല. ഒരു നാളും ഉപേക്ഷിക്കൽ. ഈ ഒരു നാളും കൈവിടുകയെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് പറഞ്ഞു വിടുമ്പോഴത്തേക്കും വേണമെങ്കിൽ നീട്ടി പറയാം, അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കി പറയാം, പല കാര്യങ്ങളും. പക്ഷെ ഒരു നാളും എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതേത് സാഹചര്യമാണെങ്കിലും കൈവിടുകയില്ല. ഒരു നാളും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതങ്ങനെ തന്നെ പറഞ്ഞത് വാക്ക് പറഞ്ഞ വാക്ക് മാറാത്തവനാ. ഇങ്ങനെ പറഞ്ഞ് മത്തായി 10:20 നമ്മൾ വായിക്കുന്ന പോലെ ലോക അവസാനത്തോടെ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ആയില്ല. പലർക്കും അവരാവുന്ന പേഴ്സണലായത് ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആർക്കും കമ്പനി ആയിക്കോട്ടെ, ആർക്കും ഒരു പരിധിക്ക് അപ്പുറമായിട്ട്. ഇനി മെഡിക്കൽ സയൻസ് ആണെങ്കിലും പറയും നിങ്ങള് എല്ലാം ഞങ്ങൾ കൊടുക്കാവുന്ന മരുന്നൊക്കെ കൊടുത്ത് ചെയ്യാവുന്ന ചികിത്സകൾ മുഴുവൻ ചെയ്തു, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. മെഡിസിൻ കയറുന്നില്ല, വലിക്കുന്നില്ല, എന്താവും ഞങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ പറയുന്നത് ഞങ്ങളുടെ ലാസ്റ്റ് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നേരെ കൊണ്ടുപോക്കോ എന്നെല്ലാം പറയുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഒരു നാളും കൈവിടാതെ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാല് വേറെ ആർക്കും അങ്ങനെ വാഗ്ദാനം ചെയ്ത് നിൽക്കുവാനായിട്ട് പറ്റത്തില്ല. കമ്പനിയിൽ പണി കുറവാണെങ്കിൽ കിട്ടുന്ന അവസ്ഥയിൽ കൊടുത്തേക്കുന്ന ടാർഗറ്റ് ശരിയായില്ലെങ്കിൽ അത് വേറെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യും. തീർച്ചയായുള്ള കാര്യമാണ്. പേഴ്സണൽ ബന്ധങ്ങൾക്ക് പോലും കല്ലിന്റെ സാമ്പത്തികം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിൽ ആർക്കും ഇപ്പോൾ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത കാലഘട്ടങ്ങളാണ്. പക്ഷെ ഉണ്ടോ ലോകാവസാനത്തോടെ എല്ലാ നാളും എന്ത് ക്ഷീണം പറ്റും, എന്ത് പ്രയാസം പറ്റും, ദീനം വരട്ടെ, കിടക്ക ഞാൻ മാറ്റി വിരിക്കാം, അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കട്ടെ, നാലെന്നാണ് ഞാൻ ഉയർപ്പിക്കാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും ഉള്ള കാര്യമാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനങ്ങളെല്ലാം കൊണ്ട് ആമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർക്കുക ആമേ ഭൂമിയിൽ അല്ലെങ്കിൽ ആമേ വ്യക്തി പല സാക്ഷ്യങ്ങളിലൂടെ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള ആമേ ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇതുവരെയും ഇടയായിട്ടുള്ള ഒരു ചാനലാണ് ഈ ചാനൽ. ദൈവത്തെ തുടർന്ന ആളുകളും കർത്താവിന്റെ താമസമാണെങ്കിലും ആമേൻ ഈ പ്രവർത്തനം വിശാലമായി തീരുമാനം ഇടയാക്കുമാറാകട്ടെ. കർത്താവ് ആമേൻ ധാരാളമായിട്ട് ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാട്ടെ, ശക്തീകരിക്കുമാറാട്ടെ. അനേക സാക്ഷികൾ കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഇടയായി തീരുകയുള്ളൂ. പക്ഷെ മനസ്സിലാക്കണം ആമേൻ നല്ലവനെന്ന് രുചിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നത് രുചിച്ചു കഴിഞ്ഞാൽ ആ രുചി ഒരിക്കലും മടുക്കത്തില്ല, ആ രുചി ഒരിക്കലും അരോചകമായി തോന്നത്തില്ല. ആ രുചിയോടുള്ള ബന്ധത്തിൽ മാത്രം ഡോക്ടർ പറയുന്നില്ല ഇനി കഴിക്കാൻ പറ്റത്തില്ല, ഡയബറ്റീസ് ആണ്, ഷുഗർ ആണ്, മധുരം വേണ്ട, അങ്ങനെയുള്ള പറയുന്നവർ ഒരു രുചിയും വേണ്ട എന്ന് പറയുമ്പോൾ ഈ രുചി വേണ്ട എന്ന് പറയുവാനായിട്ട് ആമേ കഴിയത്തില്ല. പക്ഷെ ഇത് രുചിച്ചു കഴിഞ്ഞാൽ, ഈ രുചിയിൽ നിന്ന് അധികമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഉറപ്പുണ്ടാകും. ആമേ എന്നെ കൈവിടുകയില്ലല്ലോ, എന്നെ ഉപേക്ഷിക്കുകയില്ലല്ലോ. ആരെല്ലാം മറന്നാൽ, ആരെല്ലാം പ്രായത്തിൽ അനുഭവിച്ച അല്ലാത്ത അവസ്ഥയില് വഴിയാത്രയിൽ നഷ്ടപ്പെട്ടു പോയാലും ലോക അവസാനത്തോളം എല്ലാ നാളും ഈ വാക്കുകളിൽ ആമേൻ ദൈവസന്നിധിയിൽ ആമേ ദൈവനാമത്തെ ഹല്ലേലൂയ. ആമേ ലോകത്തോട് മറ്റുള്ള പ്രിയപ്പെട്ടവരോട് ആർക്കൊക്കെയോ ഉറപ്പിന് വേണ്ടി, ആർക്കൊക്കെയോ ഇനിയും കേൾക്കുവാൻ വേണ്ടി കർത്താവ് ഇപ്രകാരം ഒരു സാഹചര്യം ആമേൻ ഒരുക്കി ആയുസ്സും ആരോഗ്യം നൽകി കർത്താവിനെ നിർത്തി ആമേ
അവസരം പ്രിയപ്പെട്ടവർ എനിക്ക് നൽകി പകരമായി അവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവർക്ക് എല്ലാം നന്ദി കരയേറ്റുന്നു. ഈ സമയങ്ങള് അനുവദിച്ചെന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓർത്ത് പ്രാർത്ഥിക്കുക, പ്രാർത്ഥന ഓർക്കാം. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഓക്കെ പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരനുഭവം ഇന്ന് പകലിൽ ഷെയർ ചെയ്യുവാൻ കർത്താവിന് വിലപ്പെട്ട ദാസനെ ദൈവം അവിടുന്ന് ഉപയോഗിച്ചല്ലോ. ഒരു വലിയ അപകടത്തിൽ നിന്ന് കർത്താവ് തന്റെ ദാസനെ രക്ഷിച്ചു. 7 അടിയിൽ നിന്ന് വീണവൻ മരണത്തിന് കീഴടങ്ങിയപ്പോൾ 7-ാം നിലയുടെ മുകളിൽ നിന്ന് വീണവനെ ദൈവം ജീവനോടെ ഇന്നും നിർത്തിക്കൊണ്ട് കർത്താവിൻ്റെ വേല ഈ രാജസ്ഥാൻ്റെ പ്രദേശത്ത് വിവിധ നിലകളിൽ സ്വർഗത്തിലെ അപ്പൻ ചെയ്തെടുക്കുന്നതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒത്തിരി അനുഭവങ്ങളിലൂടെ കർത്തൃഭൃത്തിനെ ദൈവം നടത്തിയല്ലോ. തുടർന്നും ദൈവം ആക്കുന്ന ഇടങ്ങളിൽ കുടുംബമായി കർത്താവ് അവരെ നടത്തട്ടെ, നിലനിർത്തട്ടെ. ശുശ്രൂഷകളെ ദൈവം പിന്നെയും ആദരിക്കട്ടെ, മാനിക്കട്ടെ. ഈ സാക്ഷ്യം അനേകർക്ക് ഒരു ബലത്തിനും ആശ്വാസത്തിനും ദൈവത്തോടുള്ള അതേ കൂടുതൽ ദൈവത്തോട് അടുക്കുന്നതിനും കാരണമായി തീരട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ഒരു വാക്കിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിലൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്കായി കരുതുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹീതമായ സമയങ്ങൾ കർത്താവേ, ഭൂമിയുടെ വരപ്പിൽ ഞങ്ങൾക്ക് ഒരുക്കിയതോർത്ത് നന്ദി. കഴിഞ്ഞുപോയ ആമേൻ ഈ വർഷത്തിന് 4 മാസക്കാലവും കർത്താവെ ജയത്തോടെ ആയിരിക്കാൻ, ആമേൻ അനുഗ്രഹത്തോടെ കർത്താവെ അങ്ങനെ സന്നിധി നന്മകളെ പ്രാപിച്ചായിരിക്കാൻ സർവ്വകൃപാലുവാകുന്ന ദൈവം സഹായിച്ചുവല്ലോ, നന്ദി. ആമേൻ എല്ലാവിധ പ്രവർത്തന മേഖലകളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ അധികമാകുന്ന യുദ്ധശ്രുതികൾ കേൾക്കുമ്പോൾ, ആമേ ഭൂകമ്പങ്ങളെ കുറിച്ച് കർത്താവെ കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ, ആമേ ജാതിയോട് എതിർക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ കർത്താവെ മധ്യാകാശേ, ആമേൻ അങ്ങനെ കർത്താവെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ആമേൻ സഭയെ ചേർക്കുവാനെ മണവാളം കടന്നു വരുന്നു എന്നുള്ള ആ കാലോച്ച കർത്താവെ ഹല്ലേലൂയ കേൾക്കുന്ന ഈ സമയങ്ങളില് എല്ലാ കർത്താവെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേ കർത്താവെ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ ആ നേതൃത്വങ്ങളായിരിക്കുന്ന കർത്താവെ കർത്താവെ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവ് വിശാലതകൾ വരുത്തണമേ. അനേകരിലൂടെ കർത്താവ് വീണ്ടും അങ്ങനെ നാമത്തിന് മുഖത്തിന് സാക്ഷികൾ കർത്താവെ പ്രഖ്യാപിക്കപ്പെടുവാൻ ഇടയാകണമേ. എല്ലാ നിലയിലും കർത്താവ് ധാരാളം അനുഗ്രഹിക്കണമേ. നിയമപരമാകുന്ന ഒരു പ്രയാസങ്ങളും ഒരു കർത്താവെ അന്യായ നിയമങ്ങളും ഒന്നും തന്നെ കർത്താവെ ഈ പ്രവർത്തനത്തിൽ തന്നെ കർത്താവെ തടസ്സമായോ കർത്താവ് തടങ്ങലായോ തീരുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതുവരെ കർത്താവ് സാക്ഷ്യങ്ങൾ പറഞ്ഞ പ്രിയപ്പെട്ട സാക്ഷ്യങ്ങളിലൂടെ അനേകർ വീണ്ടും ഉറപ്പിക്കപ്പെടുവാൻ ഇടയാകണമേ. ഒരു സാക്ഷ്യത്തെ മറ്റു സാക്ഷ്യത്തെ ഉറപ്പിക്കുമെന്നാണല്ലോ നമ്മുടെ വാക്ക്. കർത്താവേ ഈ സമയങ്ങൾ വരെയും കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സൂക്ഷിച്ചതിനായി അടിയൻ കർത്താവെ അങ്ങ് നൽകിയ കർത്താവെ ഹല്ലേലൂയ വാക്കുകൾ അങ്ങ് നൽകിയ പ്രവൃത്തികൾ ലോകത്തോട് അറിയിപ്പാൻ ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. സകല മഹത്വമാനും പിതാവേ അങ്ങേക്ക് അർപ്പിക്കുന്നു. വരുവാൻ ഒരുക്കുമാറാകണം, പ്രത്യാശ വഴിയെടുത്തുമാറാകണം. യേശു നാമത്തിൽ താഴ്മയെ വിനീതമായി അപേക്ഷിക്കുന്നു. സ്വർഗ്ഗീയ പിതാവേ ദയവുണ്ടായി കേട്ട് ഉത്തരം നൽകുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഒത്തിരി നന്ദിയുണ്ട്. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.